കൊടുങ്കാറ്റ് വീശുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? കൊടുങ്കാറ്റ് വീശുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ ചർച്ച ചെയ്യുന്നത്? എം ബഷീറിനെ കുറിച്ചിട്ടുള്ള പോസ്റ്റുകളാണ്. അദ്ദേഹത്തിന്റെ രചനകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമാണ്. എം ബഷീർ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി സ്വദേശിയാണ്. കവിയും ചിത്രകാരനും ഡിസൈനറുമായ അദ്ദേഹം ഒരു കാലത്ത് വായനശാല, ഫിലിം സൊസൈറ്റി രംഗങ്ങളിൽ പൊതുപ്രവർത്തനത്തിലൊക്കെ സജീവമായിരുന്നു. നിലവിൽ അദ്ദേഹം ബഹ്റിനിൽ പ്രവാസിയാണ്. എം ബഷീർ മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി സ്വദേശിയാണെങ്കിലും ഏറെ കാലത്തിന് ശേഷം, വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം വളരെ സജീവമായി വീണ്ടും എഴുത്തിലേക്ക് മടങ്ങി വന്നു. ഇപ്പൊ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ എഴുതിക്കൊണ്ടിരിക്കുകയും ഒട്ടനവധി പ്രിയപ്പെട്ടവരുടെ ഒക്കെ അഭിനന്ദനങ്ങളും രചനകൾക്കുള്ള കമന്റുകളും ഒക്കെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനാണ്. വളരെ ലളിതമായ ശൈലിയിൽ, വളരെ രസകരമായി രാഷ്ട്രീയം പറയുന്ന, പ്രണയം പറയുന്ന അദ്ദേഹത്തിന്റെ രചനകൾക്ക് മികച്ച പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ രചനകൾ പങ്കുവയ്ക്കുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഒപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന രചനകളും ഇവിടെ പങ്കുവയ്ക്കാം. വസന്തത്തെ തേടി രണ്ടു ദിശയിൽ വളർന്നവരാണ് വൃക്ഷവും വേരും. വസന്തം ഒരു നുണയാണ്, വേരുകൾ അതിനെ തിരസ്കരിച്ചു കഴിഞ്ഞു. പൂക്കളുടെയും കായ്ക്കളുടെയും പേരിൽ അറിയപ്പെടുന്ന കാലത്തോളം വേരുകൾ പ്രതിഷേധിക്കുക തന്നെ വേണം. നിങ്ങളായിരുന്നു എല്ലാത്തിനെയും താങ്ങി നിർത്തിയിരുന്നത്. നിങ്ങളായിരുന്നു എല്ലാത്തിനും വെള്ളവും വളവും എത്തിച്ചിരുന്നത്. വേരില്ലാത്ത എന്ത് വസന്തമാണ് ഇവിടെ വൃക്ഷങ്ങൾക്കുള്ളത്. ഇത് പ്രിൻസ് ജോണിന്റെ വരികളാണ്. സംഗീത നാടക സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള കിങ് ജോൺസ് എന്ന പേരിൽ എഴുതുന്ന പ്രിൻസിന്റെ വരികളാണ്. തീർച്ചയായും വേരുകളില്ലാതെ എന്ത് വസന്തമാണ് ഇവിടെ വൃക്ഷങ്ങൾക്കുള്ളത്. വളരെ വർഷങ്ങളോളം അദ്ദേഹം, പ്രിയപ്പെട്ട എം ബഷീർ, ഫിലിം സൊസൈറ്റിയും വായനശാലയിലുമായിട്ടൊക്കെ സഹകരിച്ച് മുന്നേറിയിരുന്ന സജീവ സംഘാടകനായിരുന്നു. എത്ര കാലം കഴിഞ്ഞാലും തൻ്റെ കഴിവുകൾ, തന്നിലുള്ള രചനകളൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ ഇന്നും ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു രചനയിലൂടെ പോകുമ്പോൾ, നടവഴികളിലൊക്കെയും പ്രണയ ചില്ലുകളാണ്. മൂർച്ചയേറിയ ചില്ലുകളിൽ സൂര്യരശ്മികൾ വർണ്ണം വിരിയിക്കുന്നുണ്ട്. ഇരുട്ടിലും തിളങ്ങുന്ന പ്രണയമാണ് എനിക്കിഷ്ടം. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷനിൽ, അദ്ദേഹത്തിന്റെ രചനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് മറുപടി കവിതകൾ എഴുതുന്നവരും അദ്ദേഹത്തിന്റെ രചനകളോട് സ്നേഹത്തോടെ കമന്റുകളായി രചനകൾ പങ്കുവയ്ക്കുന്നവരും ഒക്കെ നിറയെ പേരുണ്ട്. അത്തരത്തിലൊരു രചനയാണ് ഞാൻ പങ്കുവച്ചത്. തീർച്ചയായും എം ബഷീറിന്റെ കാഞ്ഞിരം മാത്രമുള്ള ഒരു കാട്ടിൽ വെച്ചാണ് നാം ചുംബനത്തിന്റെ മധുരം അറിഞ്ഞത് എന്ന് തുടങ്ങുന്ന ഒരു രചനയുണ്ട്. തിരയില്ലാത്തൊരു കടற்കരയിൽ വെച്ചാണ് നാം ആലിംഗനത്തിന്റെ കാറ്റും കോളും അറിഞ്ഞത്. ഇലയില്ലാത്തൊരു മരച്ചോട്ടിൽ വെച്ചാണ് നാം ഹൃദയം കൊണ്ട് തണൽ തീർത്തത്. നിലാവില്ലാത്തൊരു രാത്രിയിലാണ് നാം കണ്ണുകളിൽ നക്ഷത്രങ്ങൾ മുളപ്പിച്ചത്. വാക്കുകളില്ലാത്തൊരു കവിതയിൽ വെച്ചാണ് നാം മൗനത്തിലേക്ക് മൊഴിമാറ്റപ്പെട്ടത്. കനികളില്ലാത്തൊരു തോട്ടത്തിൽ വെച്ചാണ് നാം പരസ്പരം പറിച്ചു തിന്ന് പാപികളായത്, മനുഷ്യരായത് എന്നെഴുതിയാണ് ഒരു രചന അവസാനിക്കുന്നത്. ഇവിടെ പ്രജീഷ ജയരാജ് ഒരു രചന അദ്ദേഹത്തിൻ്റെതായി പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രജീഷ ജയരാജ് വയനാട്ടിൽ നിന്നുള്ള എഴുത്തുകാരിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തിനെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ഒരു റീഡിംഗ് ടൈമിലേക്ക്. നോക്കൂ, എത്ര മനോഹരമായ വരികളാണ്. കാഞ്ഞിരം മാത്രമുള്ള ഒരു കാട്ടിൽ വെച്ചാണ് നാം ചുംബനത്തിന്റെ മധുരം അറിഞ്ഞത്. തിരകളില്ലാത്തൊരു കടൽക്കരയിൽ വെച്ചാണ് നാം ആലിംഗനത്തിന്റെ കാറ്റും കോളും അറിഞ്ഞത്. ഇലയില്ലാത്തൊരു മരച്ചോട്ടിൽ വെച്ചാണ് നാം ഹൃദയം കൊണ്ട് തണൽ തീർത്തത്. നിലാവില്ലാത്തൊരു രാത്രിയിലാണ് നാം കണ്ണുകളിൽ നക്ഷത്രങ്ങൾ മുളപ്പിച്ചത്. വാക്കുകളില്ലാത്തൊരു കവിതയിൽ വെച്ചാണ് നാം മൗനത്തിലേക്ക് മൊഴിമാറ്റപ്പെട്ടത്. കനികളില്ലാത്തൊരു തോട്ടത്തിൽ വെച്ചാണ് നാം പരസ്പരം പറിച്ചു തിന്ന് പാപികളായത്, മനുഷ്യരായത് എന്നെഴുതുന്ന രചന. ഏറെ സ്നേഹമാണ്, സന്തോഷമാണ്. എം ബഷീറിന്റെ രചനകളും ഒപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ രചനകളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന വേദിയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ഒരു റീഡിംഗ് ടൈമിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ഷായുടെ ശബ്ദമാണ്. ഇവിടെ പ്രജീഷ ജയരാജ് പങ്കുവച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ രചനയിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായും പ്രജീഷ പങ്കുവച്ചിരിക്കുന്ന രചന
തല്ലിക്കൊഴിഞ്ഞ പ്രണയം തല്ലിക്കൊഴിച്ച അത്രയും ഇലകളെ ഒരു കൊടുങ്കാറ്റും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. പ്രണയം തല്ലിക്കൊഴിച്ച അത്രയും ഇലകളെ ഒരു കൊടുങ്കാറ്റും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. പ്രണയം മൗനത്തിൽ മുക്കിക്കുന്ന അത്രയും വാക്കുകളെ ഒരു കവിതയും എഴുതാതെ വെട്ടിക്കളഞ്ഞിട്ടില്ല. പ്രണയം ചുട്ടുതിന്ന അത്രയും കിനാക്കളെ ഒരു രാവും വേട്ടയാടി കൊന്നിട്ടില്ല. പ്രണയം അനാഥമാക്കിയ അത്രയും മുറിവുകളെ ഒരു യുദ്ധവും അഭയാർത്ഥികളാക്കിയിട്ടില്ല. പ്രണയം കുടിച്ചു വറ്റിച്ച അത്രയും വിരഹജലം ഒരു കടലിലും തിരയടിച്ചിട്ടുണ്ടാവില്ല. പ്രണയം വാരിപ്പുണർന്ന അത്രയും വേദനകളെ ഒരു മരവും മഴുവിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവില്ല. പ്രണയം വലിച്ചെറിഞ്ഞ അത്രയും പൂവുകളെ ഒരു വസന്തവും വാരി ചൂടിയിട്ടുണ്ടാവില്ല. പ്രണയം മറന്നുപോയ അത്രയും ഓർമ്മകളെ ഒരു പക്ഷിയും തൂവലായി കുഴിച്ചിട്ടുണ്ടാവില്ല. എത്ര ലളിത മനോഹരമായി സുന്ദരമായിട്ടാണ് പ്രിയപ്പെട്ട എം ബഷീർ തൻ്റെ പ്രണയം കവിതകളിലൂടെ നമ്മളിലേക്ക് പ്രകാശിപ്പിക്കുന്നത്. തീർച്ചയായും ഏറെ സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയിൽ അദ്ദേഹം പറയുന്നുണ്ട്, 78 ആദ്യമായി ഗൾഫിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ ഉമ്മ കത്തെഴുതി ചോദിച്ചു, ഇജ്ജ് വരുമ്പോൾ വയലാറിൻ്റെ പാട്ടുള്ള കാസറ്റ് കൊണ്ടുവരോ? ആ അവധിക്കാലത്ത് ഓല വീടിനുള്ളിലും പുറത്തും വയലാറും ദേവരാജനും ദാസേട്ടനും പവിഴിമല്ലിപ്പൂക്കളെപ്പോൾ പാറിക്കളിച്ചു. ഉമ്മയും ഇത്താത്തയും അനിയത്തിമാരും കായാമ്പൂ കേട്ട് മതിമറന്നിരുന്നു. 82 രണ്ടാം വരവിൽ പെണ്ണുങ്ങൾക്കായി കൊണ്ടുവന്നത് VM കുട്ടിയുടെയും വിളയിൽ വത്സലയുടെയും മാപ്പിളപ്പാട്ടുകളായിരുന്നു. 93 പുതിയ വീട്ടിലെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ സമലാനീന്റെ വകത് കൊണ്ടുവരണേ. 2002 വരുമ്പോൾ ഉമ്മ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് ആശ്ചര്യപ്പെട്ടു. വീടിന്റെ കോലായ ചുമരിൽ ഫ്രെയിം ചെയ്ത ആയത്തിൽ കുറിശി ഷെൽഫിൽ നിറയെ മൗലവിമാരുടെ വകതിന്റെ CD-കൾ. 2009 പ്രവാസകാലം തീർത്ത് കരക്കണഞ്ഞപ്പോൾ വീടാകെ കടവാതിലുകളുടെ ആകാശം പോലെ കറുത്ത ചിറകടികൾ. ഉമ്മറക്കോലായിലിരുന്ന് മൊബൈലിൽ പാരിജാതം തിഴുമിഴി തുറന്നപ്പോൾ ഉമ്മ വടിയും കുത്തി വന്ന് കണ്ണുരുട്ടുന്നു. മഗ്‌രിബിന്റെ നേരത്ത് അവന്റെ സിനിമാപ്പാട്ട് നിർത്തണുണ്ടോ നീ? പാട്ട് നിർത്തിയപ്പോൾ പെട്ടെന്ന് ഭൂമി അതിന്റെ ഉച്ചിതണ്ടിൽ നിന്ന് കാലുവഴുതി 2 വട്ടം പിന്നോട്ട് കറങ്ങി എന്നെഴുതിയാണ്. തീർച്ചയായും ഒരു വലിയൊരു പ്രവാസ ജീവിതത്തിന്റെ ഒരു വലിയ കാലഘട്ടത്തിലൂടെ നമ്മുടെ മാധ്യമരംഗത്തിൽ വന്നൊരു മാറ്റത്തെ എന്ത് രസകരമായിട്ടാണ്, എന്ത് ഭംഗിയായിട്ടാണ് എം ബഷീർ തന്റെ കവിതയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ നാം തമ്മിൽ കാണാതെ പോയ ആ ദിനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ നാം തമ്മിൽ കാണാതെ പോയ ആ ദിനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ചേർന്നിരിക്കുന്ന ഈ നിമിഷത്തെക്കുറിച്ച് മാത്രം ഒന്നും പറയാതെ പിന്നെയും നമ്മൾ പിരിഞ്ഞു പോകും എന്നെഴുതിയാണ് മറ്റൊരു രചന അവസാനിക്കുന്നത്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം, അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗ്ലീഷ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM മൈ FM 99.7 നമ്മളാം പൂക്കാലം. അബ്ദുൽ ജമാൽ ഇവിടെ ഹായ് അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അബ്ദുൽ ജമാൽ സാഹിബിനെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. പ്രജീഷ പങ്കുവെച്ച രചന ഇപ്പോഴാണ് വായിക്കാനായത്. സാങ്കേതിക പ്രശ്നം കൊണ്ട് അത് വായിക്കാനാവാത്തത് കൊണ്ടാണ് മറ്റു രചന വായിച്ചത്. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ നാം തമ്മിൽ കാണാതെ പോയ ആ ദിനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. തീർച്ചയായും നിങ്ങൾ പ്രിയപ്പെട്ടവർക്കും ഇവിടെ എത്തി ലൈവിൽ നിങ്ങളുടേതായ രചനകളും വിശേഷങ്ങളും നിങ്ങൾക്കിഷ്ടമുള്ള വരികളും ഒക്കെ പങ്കുവയ്ക്കാവുന്ന വേദിയാണ് മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ റീഡിംഗ് ടൈം. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയാണ് റീഡിംഗ് ടൈം നിങ്ങളോടൊപ്പം ഉണ്ടാവുക. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, എം ബഷീറിന്റെ മറ്റൊരു വരിയാണ്, കാണുക എന്നതിൽ കാണുക മാത്രമേയുള്ളൂ, എന്നാൽ കാണാതിരിക്കുക എന്നതിൽ വിരഹവും ഭ്രാന്തുമുണ്ട്. കരയും തിരയുമുണ്ട്, മരവും ഇലയുമുണ്ട്, ആകാശവും പക്ഷിയുമുണ്ട്, മണ്ണും വേരുമുണ്ട്, കിളിയും കൂടുമുണ്ട്, മുറിവും ഹൃദയവുമുണ്ട്, പാതയും മുള്ളുമുണ്ട്. കാണുക എന്നതിൽ കാണുക മാത്രമേയുള്ളൂ, കാണാതിരിക്കുക എന്നതിൽ കവിതയുണ്ട് എന്നെഴുതിയാണ്. ഇത്ര മനോഹരമായ വരികളാണ്. വിരഹത്തെക്കുറിച്ച് ഇത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. മറ്റൊരിക്കൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, പണ്ട് കൂടെ പഠിച്ചൊരു കൂട്ടുകാരിയെ കണ്ടുമുട്ടി കുറെ കാലം കഴിഞ്ഞ് ഇന്നലെ.
കണ്ടുമുട്ടി കുറേ കാലം കഴിഞ്ഞിന്നലെ. നരച്ച പരതയിൽ പൊതിഞ്ഞ നിറം മങ്ങിയൊരു ചിരി കൊണ്ട് എളുപ്പം തിരിച്ചറിഞ്ഞു പണ്ട് തലയിൽ തട്ടമിടാതെ നടന്നവളെ. വിശേഷം പങ്കുവെക്കവേ 2 തീവണ്ടികൾ ഞങ്ങളെ വിറപ്പിച്ച് വിരുദ്ധ ദിശകളിലേക്ക് ചീറിപ്പാഞ്ഞുപോയി. എന്റെ കയ്യിലെ പുസ്തകം കൊതിയോടെ ഏതെന്ന് ചോദിച്ചവൾ അടുക്കളക്കരി മായാത്ത കൈ നീട്ടി വാങ്ങി ആർത്തിയോടെ പുറങ്ങൾ മറിച്ചു. എന്റെ കയ്യിലെ പുസ്തകം കൊതിയോടെ ഏതെന്ന് ചോദിച്ചവൾ അടുക്കളക്കരി മായാത്ത കൈ നീട്ടി വാങ്ങി ആർത്തിയോടെ പുറങ്ങൾ മറിച്ചു. ഒരു പുസ്തകം വായിച്ചിട്ട് എത്ര കാലമായെന്നവൾ നെടുവീർപ്പിട്ടു. വായിക്കാൻ പണ്ട് നമുക്ക് തണൽ തന്ന മരം എന്നോ വെട്ടിപ്പോയെന്ന് അവളോട് പറഞ്ഞില്ല. എഴുതണം, വരയ്ക്കണം, ആനുകാലികങ്ങളിൽ നിറയണം, പുസ്തകങ്ങൾ ഇറക്കണം, കവിയരങ്ങുകളിൽ ചിറകുവിടർത്തണം, ശില്പശാലകളിൽ ചോദ്യങ്ങളാകണം, തിയേറ്ററുകളിൽ ജീവഗന്ധങ്ങളൊപ്പണം എന്ന് പാറിപ്പറന്നവൾ എവിടെ? പാറി നടന്നവൾ എവിടെ? നിന്റെ കണ്ണുകളിലെ ആകാശം എവിടെ? ആ നക്ഷത്ര രാവുകൾ എവിടെ? പുരികത്തുമ്പിലെ കനൽ തിരി എവിടെ? കാഴ്ച കുറവാണെന്ന് പറഞ്ഞ് പുസ്തകം തിരികെ തന്നവൾ വെച്ചോളൂ. കാഴ്ച കുറവാണെന്ന് പറഞ്ഞ് പുസ്തകം തിരികെ തന്നവൾ വെച്ചോളൂ. പിന്നെ വായിക്കാലോ എന്ന ഉപചാര വാക്കിന് പിന്നെ ഒരിക്കലും വായിക്കില്ലെന്ന മുറിവേറ്റ മന്ദഹാസം. വിജയേട്ടന്റെ പുതിയ നോവൽ ഏതെന്നവൾ വിസ്മയപ്പെട്ടു. ഖസാക്ക് വേദപുസ്തകമാക്കിയവൾ അറിഞ്ഞിട്ടില്ല OV വിജയൻ മരിച്ച കാര്യം. ബഷീർ എപ്പോഴും മരച്ചുവട്ടിലുണ്ടോ എന്നവൾ ONV ഒന്ന് കാണണമെന്ന്, മാധവിക്കുട്ടിയെ ഒന്ന് ഉമ്മ എന്നൊരുവൾ. ഏത് കറുത്ത ഭൂഖണ്ഡത്തിലാണ് കൂട്ടുകാരി നിന്റെ അടുക്കളയെന്ന് ചോദിച്ചില്ല. എവിടെ നിന്റെ വാരിയെല്ലുകളിൽ പണ്ടു പൂത്ത ചിറകുകളെന്നും ചോദിച്ചില്ല. മറ്റാരുടെയോ ജീവിതങ്ങളിലേക്കുള്ള ബസ്സുകളിൽ കയറി ഞങ്ങളിൽ നിന്ന് കൈവീശി പിരിഞ്ഞു എന്നെഴുതിയാണ് M. ബഷീറിന്റെ ആ രചന അവസാനിക്കുന്നത്. ആനുകാലികമായി പറയുകയാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ വ്യവസ്ഥിതിയിലുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തെ എത്ര ഭംഗിയായിട്ടാണ് പഠിക്കുന്ന കാലത്ത് എഴുത്തും കവിതയും ഒക്കെ സ്നേഹിക്കുകയും കുടുംബജീവിതങ്ങളിലേക്ക് എത്തുമ്പോൾ ഒക്കെ നഷ്ടപ്പെട്ട് എല്ലാം മറന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു വലിയൊരു വിഭാഗത്തെക്കുറിച്ച് എത്ര തന്മയത്വത്തോടെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ഈയിടെയായി ഞാൻ എൻ്റെ വിരൽത്തുമ്പിൽ ചുംബിക്കാറുണ്ട് എപ്പോഴും. വേറാരോ പണ്ട് തൊട്ടതിൻ്റെ മായാമുദ്രയുണ്ടവിടെ. ഈയിടെയായി ഞാൻ എൻ്റെ കാതുകളിൽ കാതുചേർത്ത് കണ്ണടച്ചിരിക്കാറുണ്ട്. വേറാരോ പണ്ട് പറഞ്ഞ വാക്കുകളുടെ ശലഭങ്ങൾ പാറുന്നുണ്ടെന്നും അവിടെ. ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ ചുണ്ടുകളിൽ ചുണ്ടമർത്തി നീലിച്ച് കിടക്കാറുണ്ട്. വേറാരോ ഒരിക്കൽ കൊത്തിയ ചുംബന വിഷം പുരണ്ട പൂക്കൾ വാടാതെ കിടക്കുന്നുണ്ടവിടെ. ഇടയ്ക്കൊക്കെ കാറ്റുവരും മുമ്പേ കൊഴിഞ്ഞു തീരാറുണ്ട് ഞാൻ. പണ്ടാരോ അടർന്നു വീണതിൻ്റെ അടയാളങ്ങളുണ്ട് ഇപ്പോഴും മണ്ണിലെന്നെഴുതിയാണ് M. ബഷീറിന്റെ ആ രചന അവസാനിക്കുന്നത്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം, അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതായത് ഒരു കിടിലൻ മല്ലു വൈറൽ FM, മൈ FM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് M. ബഷീറിന്റെ രചനകൾ പങ്കുവയ്ക്കുന്ന മൈ FMന്റെ റീഡിംഗ് ടൈമാണ്. M. ബഷീറിന്റെ രചനകൾക്കൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രിയപ്പെട്ടവരുടെ രചനകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണിത്. തീർച്ചയായും ഏറെ സന്തോഷമാണ്. എത്ര ലളിതമായ രീതിയിലാണ് അദ്ദേഹം ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നത്, പ്രണയം പങ്കുവയ്ക്കുന്നത്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: ഒരിക്കൽ ഒരുവൾ മരിച്ച് ഉണക്ക മരത്തിൽ നിന്നൊരു വാടിയ ഇല കൊഴിയും പോലെ ഒരു സാധാരണ മരണം. ഒരുവൾ മരിച്ചു, ഉണക്ക മരത്തിൽ നിന്നൊരു വാടിയ ഇല കൊഴിയും പോലൊരു സാധാരണ മരണം. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒന്നുമില്ല, രാവിലെ നോക്കുമ്പോൾ ഉണരുന്നില്ല. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു, കൂട്ട നിലവിളികളുടെ കടലിരമ്പം. മുറ്റത്തെ ചെറിയ പന്തൽ, അലസമായിട്ട് പ്ലാസ്റ്റിക് കസേരകൾ, കഥയറിയാതെ ഒച്ചയിട്ടു പായുന്ന കുട്ടികളുടെ ആഘോഷം, രംഗബോധമില്ലാത്ത മൊബൈൽ റിംഗ് ടോണുകൾ, മയ്യത്ത് കാണാൻ വരുന്നവരുടെ തിരക്ക്, നശ്വര ജീവിതത്തെക്കുറിച്ചുള്ള മധ്യവയസ്കരുടെ നിരാശാഭരിതമായ അടക്കം പറച്ചിലുകൾ,
എപ്പോഴാ എപ്പോഴാ എന്ന ചോദ്യങ്ങൾ, ആരും വരാനില്ലാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ എന്ന മറുപടികൾ. നല്ലൊരു മനുഷ്യത്തിയായിരുന്നു പാവം. ഒക്കെ പടച്ചോന്റെ വിധിയല്ലാത്തതെന്തെന്ന് സഹവതാപത്തിന്റെ കല്ലേറുകൾ. നല്ലൊരു മനുഷ്യത്തിയായിരുന്നു പാവം. ഒക്കെ പടച്ചോന്റെ വിധിയല്ലാതെ എന്ത് സഹതാപത്തിന്റെ കല്ലേറുകൾ. എന്നാലും ഭാഗ്യവതിയായിരുന്നു. മക്കളും പേരക്കുട്ടികളുമായി സുഖായി ജീവിച്ചിരുന്നില്ലേ എന്ന അപദാനങ്ങളുടെ പിറുപിറുക്കലുകൾ. അങ്ങനെയിരിക്കെ ആൾക്കൂട്ടത്തിന്റെ പഴുതിലൂടെ അപരിചിതനായൊരു വൃദ്ധൻ മരണവീട്ടിലേക്ക് കയറി വരുന്നു. ആരാണെന്ന് ആർക്കും അറിയില്ല. അകന്ന ബന്ധുവാണെന്ന് കരുതി ചിലർ, അയൽനാട്ടുകാരനായിരിക്കുമെന്ന് മറ്റു ചിലർ. തീവണ്ടി യാത്രയുടെ തളർച്ചയോടെ ആളൊഴിഞ്ഞ മൂലയിൽ തനിയെ ഇരുന്നയാൾ ഒരു കൈ നെഞ്ചിൽ വെച്ച് മണ്ണിലേക്ക് നോക്കി മരിച്ചവളുടെ കാലടികൾ പതിഞ്ഞ മണ്ണിൽ നിന്നൊരു തരിയെടുത്ത് ഉള്ളം കൈയിൽ മുറുകെ പിടിച്ചു. അവർ പോറ്റിയ കോഴിക്കുഞ്ഞുങ്ങൾ അയാളുടെ കാലുകൾക്ക് ചുറ്റും കൊത്തിപ്പെറുക്കി നിന്നു. അവരുടെ ചൂടേറ്റു വളർന്ന പൂച്ചകൾ അയാളെ നോക്കി സങ്കടത്തോടെ കരഞ്ഞു. ഇന്നലെ വരെ അവർ ശ്വസിച്ച കാറ്റിലേക്ക് അയാൾ ഹൃദയം തുറന്നു വെച്ചു. അവർ നട്ടുനനച്ച ചെടിയിൽ നിന്നൊരു പൂ പറിച്ച് കീശയിലിട്ടു. മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അന്യരല്ലാത്ത ആണുങ്ങൾ കാണാനുണ്ടോ എന്ന ചോദ്യം അയാളെ കൂടുതൽ മുറിവേൽപ്പിച്ചു. കാണണ്ട എന്ന കരച്ചിലുള്ളിൽ ഒതുക്കി ശവഘോഷയാത്രയുടെ പിന്നിൽ അവസാനത്തെയാളായി ശ്മശാനത്തിലേക്ക് നടന്നു. ഖബറടക്കം കഴിഞ്ഞ് 3 പിടി മണ്ണിട്ട് വിശുദ്ധ ജപങ്ങളാൽ പുതപ്പിട്ട് ബന്ധുജനങ്ങളാൽ മടങ്ങിയിട്ടും നനഞ്ഞ പുതുമണ്ണിൽ മുട്ടുകുത്തിയിരുന്ന് മീസാങ്കല്ലിൽ നെറ്റിവെച്ച് മഴതോറും വരെ അയാളിരുന്നു. ഖബറിൽ കുത്തിയ കാട്ടുമരക്കൊമ്പിൽ നിന്നൊരു ഞരമ്പു മുറിഞ്ഞ ഇല അയാളുടെ നെറുകയിൽ വീണു. മടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ആരോ ചോദിക്കുന്നു, ആരാ മനസ്സിലായില്ല. മിണ്ടാതെ നടക്കവേ ഖൽബ് പൊട്ടിക്കരഞ്ഞു ചൊല്ലുന്നു, അവൾക്കറിയാം, ആരാണെന്ന് അവൾക്കറിയാം. മടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ആരോ ചോദിക്കുന്നു, ആരാ മനസ്സിലായില്ല. മിണ്ടാതെ നടക്കവേ ഖൽബ് പൊട്ടിക്കരഞ്ഞ് ചൊല്ലുന്നു, അവൾക്കറിയാം, ആരാണെന്ന് അവൾക്കറിയാം. എം ബഷീറിന്റെ രചനകൾ പങ്കുവെക്കുന്ന വായനാമുറിയിൽ റീഡിംഗ് ടൈമിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ഷായുടെ ശബ്ദമാണ്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിന്റെ ഈ പരിപാടിയിൽ അജിതിനാർ പണിക്കർ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ്. ജോലിയുടെ തിരക്കുകൾക്കിടയിലും എഴുത്തിൽ വളരെ സജീവമായിട്ടുള്ള പ്രിയപ്പെട്ട ജിതിനാർ പണിക്കർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബീന റൈച്ചൽ നീജു പത്തനംതിട്ടയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ്. നമസ്തേ മയ്യഫം എന്ന് പറയുന്നുണ്ട്. ബീനയും മികച്ചൊരു എഴുത്തുകാരിയാണ്. കുടുംബ പ്രാരാബ്ദങ്ങളും കുഞ്ഞുങ്ങളെ വളർത്തലിന്റെ തിരക്കിലിടയിൽ എഴുത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ആളാണ്. വളരെ ഭംഗിയായി എഴുതുന്ന ആളാണ്. തീർച്ചയായും ജിതിനാർ പണിക്കരെയും ബീനയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു വരി അദ്ദേഹത്തിൻ്റെതായി പങ്കുവയ്ക്കാം. 40 കഴിഞ്ഞ് പ്രണയിക്കുന്നവർ പ്രളയകാലത്തെ പേടിക്കാറില്ല. അതിനു മുമ്പായി തീർച്ചയായും ജിതിനാർ പണിക്കർക്കും ബീനയ്ക്കും ഒക്കെ നിങ്ങളുടെ വരികളും ഇവിടെ പങ്കുവയ്ക്കാവുന്നതാണ്. തീർച്ചയായും അതും നമുക്ക് വായിച്ചു പോവാം. വളരെ മനോഹരമാണ് ഓരോ വരികളും. എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ 80-ലധികം എം ബഷീറിൻ്റെ രചനകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത്ര ഭംഗിയുള്ള, അത്ര പ്രണയവും ജീവിതവും ഒക്കെ പറയുന്ന വരികളാണ്. അത് മാക്സിമം വായിക്കണം, വായിച്ച് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം 40 കഴിഞ്ഞവരുടെ പ്രണയത്തെക്കുറിച്ച് എഴുതിയ വരികളുണ്ട്. തീർച്ചയായും അത് ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. വളരെ ഭംഗിയായി നമ്മൾ സ്ഥിരം നിരന്തരമായി ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ കാണുന്നതിലുപരിയായി കവിത്വമുള്ള, അതായത് പഴയൊരു ഫിലിം സൊസൈറ്റി പ്രവർത്തകനും പൊതുപ്രവർത്തകനും അതോടൊപ്പം തന്നെ ഒട്ടനവധി സാഹിത്യ പരിപാടികളും ലൈബ്രറിയും ഒക്കെയായി സജീവമായിരുന്ന ആളാണ് പരിപ്പനങ്ങാടി സ്വദേശിയായ എഴുത്തുകാരൻ എം ബഷീർ. അദ്ദേഹം നിലവിൽ ബഹ്റിനിൽ പ്രവാസിയാണ്. സജീവമായി നവമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ എഴുതുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ ഏറെ ശ്രദ്ധ നേടിയ എഴുത്തുകളാണ്. ഒരുപാട് ആരാധകരും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: 40 കഴിഞ്ഞ് പ്രണയിക്കുന്നവർ പ്രളയകാലത്തെ പേടിക്കാറില്ല. ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാണെന്ന ഹംദയുടെ കുന്നിൻ മുകളിലാണ് അവരുടെ വീട്. അവരുടെ പ്രണയത്തിൽ വിരഹമെന്ന വാക്കേ പാടില്ല.
കണ്ണു നിറഞ്ഞാലും കരളിൽ ഒതുക്കണം, കൽബുകളെ കല്ലുകൊണ്ട് പൊതിയണം. മനമിടറിപ്പിടയുമ്പോൾ കരയാൻ നീയെന്താ ചെറിയ കുട്ടിയാണോ എന്ന് കണ്ണുരുട്ടും ഒരാൾ മറ്റൊരാളെ. അവരുടെ പ്രണയത്തിൽ എല്ലാ ഋതുക്കളും ഒന്നിച്ച് കൂടുവെക്കും. നിറയെ ജാലകങ്ങളടച്ച പുരാതന ഗ്രഹം പോലുള്ള ഹൃദയങ്ങളായിരിക്കും അവർക്ക്. ഒന്നിലൂടെ വസന്തം പുത്തനുടുപ്പിട്ട് കയറി വരുമ്പോൾ മറ്റൊന്നിലൂടെ വേനൽ കത്തുന്ന ചിറകുകളുമായി പാറിയെത്തും. ഒന്നിലൂടെ വസന്തം പുത്തനുടുപ്പിട്ട് കയറി വരുമ്പോൾ മറ്റൊന്നിലൂടെ വേനൽ കത്തുന്ന ചിറകുകളുമായി പാറിയെത്തും. ഒരേ ചില്ലയുടെ രണ്ടറ്റങ്ങളിൽ പൂക്കാലത്തിന്റെ ഉത്സവമൊരുക്കും, കുഴിച്ചിലിന്റെ മരണവീടുണ്ടാക്കും. 40 കഴിഞ്ഞ് പ്രണയിക്കുന്നവർ നാലുപാടും നോക്കിയിട്ടേ 2 വാക്കും മിണ്ടുകയുള്ളൂ. ഈ വയസ്സാം കാലത്ത് ഇനി വല്ലവനെയും കൊണ്ട് പറയിക്കണമോ എന്ന് ജാഗ്രതപ്പെട്ടിട്ടേ ഒന്ന് ചുംബിക്കുക കൂടിയുള്ളൂ. ചില നേരങ്ങളിൽ അവർക്ക് 25ഉം 18ഉമായിരിക്കും. വയസ്സ് ആഗോളതാപനത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ മറ്റൊരാളുടെ മടിയിൽ ചാടിക്കേറിയിരുന്ന് ചുറ്റിപ്പടരും. ചിലപ്പോൾ അവർക്ക് വയസ്സേ ഉണ്ടാവുകയില്ല. അപ്പോഴവർ 2 സ്കൂൾ കുട്ടികളെപ്പോലെ കലപില കൂട്ടി കൈകോർത്ത് പായും, പിച്ചും, പിണങ്ങും. ഇല കൊഴിഞ്ഞാലും ചില്ലയൊടിഞ്ഞാലും വേരുകൾ കൊണ്ട് കോർത്ത് തുന്നിയതാണ് അവരുടെ ആത്മാവിനെ. ഇല കൊഴിഞ്ഞാലും ചില്ലയൊടിഞ്ഞാലും വേരുകൾ കൊണ്ട് കോർത്ത് തുന്നിയതാണ് അവരുടെ ആത്മാവിനെ. വെയിൽ കൊള്ളല്ലേടി എന്ന് ഒരാൾ മറ്റേയാളുടെ മേൽ എപ്പോഴും തണലായി പടർന്നു നിൽക്കും. നോവാതിരിക്കാൻ മുറിവുകളിൽ നെഞ്ചരച്ചു പുരട്ടും. പരസ്പരം കരയാൻ വരുമ്പോഴൊക്കെ ചിരിയുടെ മുല്ലവള്ളികളായി പൂത്തു പടർന്ന് ഓർമ്മകളെ കല്ലെറിഞ്ഞോടിക്കും. ചിലപ്പോൾ മുള്ളുമുരുക്കുകളായി തല്ലുകൂടും, ചലപച്ചിറകുകളായി നിറം പകരും. 40 കഴിഞ്ഞ് പ്രണയിക്കുകയെന്നാൽ പാറിത്തളർന്ന പക്ഷികൾ തൂവൽ കൊണ്ട് ആകാശത്തെ വരയ്ക്കുന്ന പോലെയാണ്. ജാലകങ്ങളില്ലാത്ത മുറിയിലിരുന്ന് ഞാനിപ്പോൾ നിലാവു കാണുകയാണെന്ന് ഒരാൾ മറ്റൊരാളോട് നുണ പറയും. കടലില്ലാത്ത നഗരത്തിലിരുന്ന് നമ്മളിപ്പോൾ കൈകോർത്ത് തിരകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്ന്. കടലില്ലാത്ത നഗരത്തിലിരുന്ന് നമ്മളിപ്പോൾ കൈകോർത്ത് തിരകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്ന് വേറൊരു നുണ കൊണ്ട് മധുരം പുരട്ടും മറ്റേയാൾ. കാട് കാണാൻ പോരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോ ബിരിയാണി തിന്നാൻ കൊതിയെന്ന് പറഞ്ഞ് കെറിവിക്കും ഒരാൾ. ഒന്ന് പുണരാൻ കൊതിക്കവേ നടുവേദനയെക്കുറിച്ച് ആകുലപ്പെടും ഒരാൾ. മഴ നനയാൻ വരുന്നു എന്ന് കൈപിടിക്കവേ ജലദോഷം പിടിച്ച് തുമ്മിത്തളരുമെന്ന് മറ്റൊരാൾ. ഉടൽ പ്രതലങ്ങളിൽ നോവാറ്റുന്ന ഔഷധ ലേപനമായി ഒഴുകും ആത്മാവിനാഴങ്ങളിൽ മൗനമൊളിപ്പിച്ച പ്രാചീന മുത്തുകളായി ഒറ്റ ചിപ്പിയിൽ ഉറങ്ങും. 40 കഴിഞ്ഞ് പ്രണയിക്കുന്നവർക്ക് ഒരു സ്വപ്നം മതി, തീരാത്ത വസന്തങ്ങളുടെ തീവണ്ടി യാത്രകൾ ഉണ്ടാക്കാൻ. ഒറ്റ ചുംബനം കൊണ്ടവർ 1000 കിനാക്കളെ ഊട്ടും. ഓരോ വാക്കിലും ഓരോ താജ്മഹൽ പണിയും. ഓരോ വാക്കിലും ഓരോ താജ്മഹൽ പണിയും പ്രപഞ്ചത്തെ ആകെ ഒറ്റ കവിതയിൽ കോർത്തെടുക്കും. 40 കഴിഞ്ഞ് പ്രണയിക്കുകയെന്നാൽ കൊഴിഞ്ഞ പൂക്കളിൽ നിന്ന് മുളച്ച വേരുകൾ കാടിന്റെ ഭ്രാന്തിനെ കടും നിറത്തിൽ പകർത്തുക എന്നെഴുതിയാണ് എം ബഷീറിന്റെ ആ രചന അവസാനിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. കബീർ ടി കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സെലിൻ ജോൺസൺ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സെലിൻ ചേച്ചിയെ സ്വാഗതം ചെയ്യുകയാണ്. പഴയൊരു നർത്തകിയാണ്, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകയാണ്, ആം ആദ്മിയുടെ പ്രവർത്തകയാണ്. സെലിൻ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. ജോലി തിരക്കിനിടയിലും ഇവിടെ എത്തിയ പ്രിയപ്പെട്ട ജയരാജേട്ടനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പ്രണയത്തെക്കുറിച്ചിട്ടുള്ള മറ്റൊരു കവിത എം ബഷീറിൻ്റെതായി ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. കബീർ ടി കെ കേട്ടുകൊണ്ടിരിക്കുന്നു. നാടക പ്രവർത്തകനാണ്, ചലച്ചിത്ര പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ സിനിമ ഉടൻ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു, നമ്മുടെ ആദ്യത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ബഹിയുടെ രചനകളുമായി നമ്മൾ ഒത്തുകൂടിയപ്പോൾ കബീർക്കയുടെ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം. ജയരാജേട്ടനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഒരു രചനയാണ്. പ്രണയം തല്ലിക്കൊഴിച്ച അത്രയും ഇലകളെ ഒരു കൊടുങ്കാറ്റും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. പ്രണയം മൗനത്തിൽ മുക്കിക്കൊന്ന അത്രയും വാക്കുകളെ ഒരു കവിതയും എഴുതാതെ വെട്ടിക്കളഞ്ഞിട്ടില്ല. പ്രണയം ചുട്ടുനിന്ന അത്രയും കിനാക്കളെ ഒരു രാവും വേട്ടയാടി കൊന്നിട്ടില്ല.
പ്രണയം അനാഥമാക്കിയ അത്രയും മുറിവുകളെ ഒരു യുദ്ധവും അഭയാർത്ഥികളാക്കിയിട്ടില്ല. പ്രണയം കുടിച്ചു വറ്റിച്ച അത്രയും വിരഹജലം ഒരു കടലിലും തിരയടിച്ചിട്ടുണ്ടാവില്ല. പ്രണയം വാരിപ്പുണർന്ന ഇത്രയും വേദനകളെ ഒരു മരവും മഴുവിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവില്ല. പ്രണയം വലിച്ചെറിഞ്ഞ അത്രയും പൂക്കളെ ഒരു വസന്തവും വാരി ചൂടിയിട്ടുണ്ടാവില്ല. പ്രണയം മറന്നുപോയ അത്രയും ഓർമ്മകളെ ഒരു പക്ഷിയും തൂവലുകളായി കൊഴിച്ചിട്ടുണ്ടാവില്ല എന്ന എം ബഷീറിന്റെ വരികളാണ് പ്രിയപ്പെട്ട വാപ്പാല ജയരാജേട്ടൻ പങ്കുവച്ചത്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് പ്രസന്റേഷൻ എന്ന് ബീന റേച്ചൽ ലിജു പറയുന്നുണ്ട്. ഒരുപാട് സ്നേഹം. വാണി വീണ ഹായ് അറിയിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടു കൂടി വാണി വീണയും സ്വാഗതം ചെയ്യുകയാണ്. മുകേഷ് കെ സി വീണ്ടും നമ്മളാം പൂക്കാലം എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷ് കെ സി മികച്ചൊരു എഴുത്തുകാരനാണ്. മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ലൈവിൽ റീഡിംഗ് ടൈമിൽ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള മികച്ചൊരു എഴുത്തുകാരനാണ് മുകേഷ് കെ സി. തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ രചനകളും നിങ്ങൾ പങ്കുവയ്ക്കുന്ന എം ബഷീറിൻ്റെ രചനകളും മറ്റു രചനകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണിത്. ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിന്നെ ഓർക്കുമ്പോൾ എന്ന രചനയിൽ എം ബഷീർ ഇങ്ങനെ എഴുതുന്നു. പിന്നെയും എന്നെ ഓർക്കുമ്പോൾ നിന്നെ ഓർക്കുമ്പോൾ എന്നാണ് അതിൻ്റെ പൂർണ്ണമായ തലക്കെട്ട്. എത്ര കാലമായി എന്നെ ഒന്ന് ചേർത്തു പിടിച്ചിട്ട് ഞാൻ ഒന്നിനും നേരമില്ലാഞ്ഞിട്ടാണ്. ഇടയ്ക്ക് കണ്ണാടിയിൽ കാണാറുണ്ട്. മുടി ചീകുന്നതിനിടയിൽ ഒന്ന് ചിരിച്ച് പരിചയം പുതുക്കും. എത്ര കാലമായി ഞാൻ എന്നോടൊന്ന് മിണ്ടിയിട്ട്. എന്തെല്ലാം പറയാനുണ്ടാവും. എന്നോട് പറയും പോലെ എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. പ്രണയം തന്ന മുറിവിനെപ്പറ്റി, കാണാതെ പോയ കിനാക്കളെപ്പറ്റി, എഴുതാൻ കൊതിച്ച കവിതയെപ്പറ്റി എനിക്ക് എന്നോട് എന്തെല്ലാം പറയാനുണ്ടെന്നോ. ഒന്നിനും നേരമില്ലാഞ്ഞിട്ടാണ്. വിചാരിക്കാതെ ഒരു മഴ പെയ്ത് തണുക്കുമ്പോൾ, കൂട് കാണാതെ ഒരു കിളി കാറ്റിലലയുമ്പോൾ, വെയിലിലൂടെ നടന്ന് കാലടികളിൽ ഓർമ്മ തിണർക്കുമ്പോൾ ഒക്കെ ഞാൻ എന്നെ ഓർക്കാറുണ്ട്. നെഞ്ചിലേക്ക് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ എനിക്കെന്നെ. വിരൽത്തുമ്പിൻ്റെ ദൂരം പോലുമില്ല എന്നിലേക്ക്. കരയുമ്പോഴൊക്കെ എനിക്കെൻ്റെ ചുമലിൽ ഒന്ന് കൈവയ്ക്കാവുന്നതേ ഉള്ളൂ. ചിരിക്കുമ്പോൾ ഓർക്കാറ് പോലുമില്ല. തിരക്കിനിടയിൽ തള്ളിക്കയറി ഒരിക്കലും ഞാൻ എന്നെ കാണാൻ വരാറില്ല. ഒറ്റയാകാൻ കാത്ത് മനസ്സിൻ്റെ ആളൊഴിഞ്ഞൊരു കോണിൽ പരിഭവമില്ലാതെ കാത്തു നിൽക്കും. എല്ലാവരും പോയി കഴിയട്ടെ, മുറിവുകളും ഞാനും മാത്രം തനിച്ചാവട്ടെ, ആരോടും മിണ്ടാനില്ലാതാവട്ടെ, വീട് ശൂന്യമാകട്ടെ, ഞാൻ വരുന്നുണ്ട് എന്നെ കാണാൻ. പിന്നെയും എന്നെ ഓർക്കുമ്പോൾ നിന്നെ ഓർക്കുമ്പോൾ എന്ന എം ബഷീറിന്റെ രചനയാണ് പങ്കുവച്ചത്. ഒരുപാട് സ്നേഹം. മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എം മുകേഷിന്, വാണി വീണയ്ക്ക്, ബീന റേച്ചൽ, നിജു തുടങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. എം ബഷീറിന്റെ രചനകളും ഒപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന മറ്റു രചനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണിത്. തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറെ വളരെ രസകരമായി ഭംഗിയായി രചനകൾ പങ്കുവയ്ക്കാറുള്ള ചില പ്രിയരുണ്ട്. ആതിര തീക്ഷണയുടെ ഒരു രചന ഫേസ്ബുക്ക് പോസ്റ്റാണ്. സമൃദ്ധമായൊരു മഴയ്ക്ക് ശേഷം എന്തൊരു വന്യമായാണ് ഈ സൂര്യൻ കോരിച്ചൊരിയുന്നത്. നീ എന്നിൽ അണയും പോലെ ഉഷ്ണത്തിന്റെ അത്യുന്യാവസ്ഥയിൽ എത്തിച്ചേരുക അത്ര പ്രയാസമാവുക എന്നൊന്നില്ല എന്നിപ്പോൾ മനസ്സിലാക്കുന്നു. എനിക്കൊരുപാട് സ്വപ്നങ്ങൾ കാണണം. ഇനി നീ വരുമ്പോൾ അവയെല്ലാം പെറ്റുപെരുകി ഈ മുറി മുഴുവൻ അലങ്കരിച്ചു കാണും. അവയ്ക്ക് നടുവിലൂടെ വയലറ്റ് പാതയിലൂടെ നീ എന്നിൽ പ്രവേശിക്കണം. എൻ്റെ കൈകൾ പിടിച്ച് മുടിനാഴിഴകളിൽ തലോടി നിന്നിലേക്ക് അടുപ്പിക്കണം. മൈലാഞ്ചി മണമുള്ള എൻ്റെ ഉടലുകളിൽ മുന്തിരിവള്ളികൾ പോലെ പടർന്നു കയറണം. എൻ്റെ പ്രണയത്തിൻ്റെ അടിമയാകണം. എൻ്റെ ശീൽക്കാരങ്ങൾക്കിടയിൽ ചതഞ്ഞു പോകണം. എൻ്റെ സ്നേഹത്തിൻ്റെ ദംഷ്ട്രകൾ നിന്റെ കഴുത്തിലൂന്നി നീല ഞരമ്പുകളിൽ വയലറ്റ് രക്തമൂറ്റി കുടിക്കാൻ അനുവദിക്കണം.
എൻ്റെ കണ്ണുകളിലെ തീച്ചൂടിൽ നീ വെന്തുരുകി എന്നിൽ അലിയുന്നത് വീണ്ടും വീണ്ടും കാണണം, ആസ്വദിക്കണം, നിന്നെ പ്രണയിക്കണം. ഈ പ്രഭാതത്തിൽ 10 മണിക്ക് മുമ്പേ നിന്നെ കാണണമെന്ന് എഴുതിയാണ് ആദിരാജ് ശിഷ്യൻ്റെ. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ഒട്ടനവധി രചനകൾക്കിടയിൽ എനിക്കേറെ ശ്രദ്ധിക്കപ്പെട്ട, എനിക്കേറെ ഇഷ്ടം തോന്നിയ എഴുത്തുകാരനാണ് വിനോദ് ശങ്കരൻ. എൻ്റെ മരണങ്ങളോട് എന്ന വിനോദ് ശങ്കരൻ്റെ ഒരു രചന. കാര്യം, ഇന്നലെ ഒരിക്കൽ കൂടി ഞാൻ മരിച്ചുവല്ലോ. സംഗതി ശരിയാണ്, മരണം എൻ്റേതാണ്, സമയത്തു തന്നെ ഞാൻ എത്തേണ്ടതുമാണ്. എന്നാൽ കുടത്തിൽ കഴുത്തു കുടുങ്ങിയ നായയുടെ അവസ്ഥയിലാണ് ഞാനപ്പോൾ. ജീവിതത്തിന് നിസ്സഹായത എന്നൊരു പാഠഭേദം കൂടിയുള്ളത് നിങ്ങൾക്കറിയാവുന്നതല്ലേ? ജീവിതത്തിന് നിസ്സഹായത എന്നൊരു പാഠഭേദം കൂടിയുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെങ്കിലും മൂക്കത്താണ് പക്ഷേ ശുണ്ഠി. വിശ്വസിക്കാൻ കൊള്ളില്ല. അവിവേകികൾക്ക് അരമാത്ര വേണമല്ലോ. അതിനാൽ വരാനിരിക്കുന്ന പ്രിയപ്പെട്ട മരണങ്ങളെ, കഴിഞ്ഞുപോയ എൻ്റെ മരണങ്ങളോട് പറഞ്ഞത് തന്നെയാണ് നിങ്ങളോടും എനിക്ക് പറയുവാനുള്ളത്. എന്തെന്നാൽ എൻ്റെ എല്ലാ മരണങ്ങൾക്കും മോടിയെത്താൻ എനിക്ക് കഴിയണമെന്നില്ല. അഥവാ ഇതൊരു നീതികേടായി ഇനിയും നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ഇക്കാര്യത്തിൽ ഞാൻ എപ്പോഴേ നീതി പുലർത്തി കഴിഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ ആദ്യ മരണത്തോട് ചോദിക്കൂ എന്നെഴുതിയാണ് വിനോദ് ശങ്കരൻ്റെ ആ രചന അവസാനിക്കുന്നത്. മാധ്യമത്തിലും കലാകൗമുദിയിലും മാതൃഭൂമിയിലൊക്കെ രചനകൾ പ്രസിദ്ധീകരിക്കാറുള്ള, നവമാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള പ്രിയപ്പെട്ട വിനോദ് ശങ്കരൻ. അദ്ദേഹത്തിൻ്റെ രചനകളാവും അടുത്ത വാരം നമ്മൾ ചർച്ച ചെയ്യുക. അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് വിനോദ് ശങ്കരൻ്റെ രചനകളുമായിട്ടായിരിക്കും നമ്മൾ ഒത്തുകൂടുക. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗ്ലേഷ് ബ്രോഡ്കാസ്റ്റ്. അതേതൊരു കിടിലൻ മലു വൈറൽ FM മൈ FM 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിൻ്റെ ലൈവിൽ ബാപ്പു ചോളമുണ്ട എത്തിയിട്ടുണ്ട്. മികച്ചൊരു എഴുത്തുകാരനാണ് ബാപ്പു ചോളമുണ്ട. ഹൃദയത്തിൽ കോർത്തു വലിക്കുന്ന വരികളാണ് എംബഷീറിൻ്റെ. അത് തീർച്ചയായും എംബഷീറിൻ്റെ വരികളുടെ ചാരുതയും ലളിതാത്മകതയും ഒപ്പം അതിൻ്റെ ആഴവും പങ്കുവയ്ക്കുന്നതിന് വേണ്ടി കൂടിയാണ് മറ്റു ചില രചനകൾ കൂടി ഞാൻ കൂട്ടത്തിൽ വായിച്ചു പോകുന്നത്. ഇവിടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മുകേഷ് KC സിദ്ദിഖ് മച്ചിങ്ങലിൻ്റെ ഒരു രചന പങ്കുവെക്കുന്നുണ്ട്. പകൽ എന്നുള്ള രചനയാണ്. പകൽ എത്ര മറഞ്ഞിട്ടും പാതിരാവെവിടെ സഖി, പകലുകൾ എത്ര മറഞ്ഞിട്ടും പാതിരാകെവിടെ സഖി, പകൽ വെളിച്ചം പോൽ നീ നിൽക്കെ പലവരു നീ പോയ വഴികളിൽ എത്ര വൻ കാറ്റുലഞ്ഞു, മിഴികളിൽ എത്ര പ്രണയം നിറഞ്ഞു, ഒരു മാത്രയിൽ ഇടിവെട്ടിത്തോരും മഴയായുറഞ്ഞു, മൊഴിയിലെത്ര തീ പറന്നു, പകരം ഒരു ശിലാശൈത്യമായി കുളിർന്നു, ഒരു നോവ് ജാതകത്തിൻ്റെ മഞ്ഞായി പടർന്നു, ഒരു നോവ് ജാലകത്തിൽ മഞ്ഞായി പടർന്നു, ഒരു വേവ് പാട്ടിൽ ശ്രുതിയായി തളർന്നു, ഉണരുമുഷസിൻ ഉരകവേഗങ്ങളിൽ ഉന്മത്തമാമൊരു കുയിൽനാദം, ഉടലറ്റുപോവും വ്രതിത മനപദചലനങ്ങൾ, ഉന്മപൂക്കും വാക്കിനാൽ എൻ്റെ ഉയരുകത്തി വെളിച്ചം പരക്കട്ടെ എന്ന് എഴുതി അവസാനിക്കുന്ന സിദ്ദിഖ് മച്ചിങ്ങലിൻ്റെ പകൽ എന്ന രചനയാണ് മുകേഷ് KC പങ്കുവെച്ചത്. ഹൃദയത്തെ കോർത്തു വലിക്കുന്ന ബഷീറിൻ്റെ രചനകളെക്കുറിച്ച് ബാപ്പു ചോളമുണ്ടയുടെ വാക്കുകൾ ഓർക്കുന്നു. ഒപ്പം വാണി വീണയ്ക്കും ബീനയ്ക്കും പ്രിയപ്പെട്ട വാപ്പാല ജയരാജനും കബീർ TKയ്ക്കും ഒക്കെ സ്നേഹം പങ്കുവെക്കുകയാണ്. അതോടൊപ്പം മുകേഷ് KC പങ്കുവെക്കുന്നത് ബാപ്പു ചോളമുണ്ടയുടെ രചനയാണ്. ബാപ്പു ചോളമുണ്ടയുടെ ഒരു രചന ഇങ്ങനെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. 3 മുറികളും 4 മക്കളും ഞാനും പിന്നെ ഓളും കൂടിയ ഉള്ളതാണ് വീട്. 3 മുറികളും 4 മക്കളും ഞാനും പിന്നെ ഓളും കൂടി ഉള്ളതാണ് വീട്. വീടടക്കം ഞങ്ങൾ 7 പേർ. ഒരാളുടെ മുറിവിൽ എല്ലാവരും നീറി, ഒരാളുടെ ചിരിയിൽ എല്ലാവരും നനഞ്ഞ്, കാലമേറെയായി 4 പേർ 4 വഴിക്കിറങ്ങി, ഞാനും ഓളും വീടും ബാക്കിയായി. വിരുന്നെന്ന് പറഞ്ഞ് പോയോരൊക്കെയും ചില നേരത്ത് അവരിറങ്ങിപ്പോകുമ്പോൾ വീടും അവരോടൊപ്പം ഇറങ്ങിപ്പോകും. പേരമക്കളുടെ കുത്തിവരകളും മഷിപ്പാടുകളും തഴുകി ഞങ്ങൾ ഇരുവരും ഓർമ്മകളുടെ ചുവരിലേക്ക് ചായും. ചില ചിരിയൊച്ചകളും വളകിലുക്കങ്ങളും കാൽച്ചത്തങ്ങളും മുറികളിൽ ഇപ്പോഴും ഉണ്ടെന്ന തോന്നലുകളിൽ ദിനരാത്രങ്ങൾ അങ്ങനെ. ചില ചിരിയൊച്ചകളും വളകിലുക്കങ്ങളും
കാൽശത്തങ്ങളും മുറികളിൽ ഇപ്പോഴും ഉണ്ടെന്ന തോന്നലുകളിൽ ദിനരാത്രങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോയ വീട് എല്ലാവരെയും ചേർത്ത് വെച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാണിപ്പോൾ ഞങ്ങളുടെ താമസം എന്നാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ബാപ്പു ചളവണ്ടിയുടെ രചന പങ്കുവെച്ച പ്രിയപ്പെട്ട മുകേഷ് കെ സിക്ക് സ്നേഹം അറിയിക്കുകയാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ മുകേഷ് കെ സിയുടെ പുതിയ രചനകൾ നമ്മൾ പങ്കുവയ്ക്കും. നിലവിലെ കാലത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിൽ ആനുകാലിക സംഭവങ്ങളിലൊക്കെ വളരെ ഭംഗിയായി വളരെ ശക്തമായി പ്രതികരിക്കുന്ന രചനകളിലൂടെ സംസാരിക്കുന്ന ആളാണ് എം ബഷീർ. എം ബഷീർ ഇങ്ങനെ എഴുതുന്നു: എത്ര കാലമായി ഞാൻ എന്നോട് യുദ്ധം തുടങ്ങിയിട്ട്, എത്ര കാലമായി ഞാൻ എന്നോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നിട്ടെപ്പോഴും ഞാൻ തന്നെ തോൽക്കുന്നു, എന്നിട്ടെപ്പോഴും ഞാൻ തന്നെ തോൽക്കുന്നു, ഞാൻ തന്നെ വെടിയേറ്റു മരിക്കുന്നു, ഞാൻ തന്നെ ബന്ധിയാക്കപ്പെടുന്നു, നാട് കടത്തപ്പെടുന്നു, ഞാൻ തന്നെ തൂക്കിലേറ്റപ്പെടുന്നു, തുറങ്കിലടയ്ക്കപ്പെടുന്നു, ഞാൻ തന്നെ കൊളുത്തപ്പെടുന്നു, തലയെറുക്കപ്പെടുന്നു, എല്ലാ സ്വപ്നങ്ങളിലും ഞാൻ ചീർത്ത ജഡമായി തീരത്തടിയുന്നു, എല്ലാ പ്രണയങ്ങളിലും ഞാനൊരു തീവണ്ടി തട്ടി ചുവന്നു പൂക്കുന്നു, എല്ലാ കവിതകളിലും ഞാൻ വാക്കുകളുടെ ബോംബ് സ്ഫോടനത്തിൽ ചിതറിത്തെറിക്കുന്നു, ഓരോ യുദ്ധം വരുമ്പോഴും കനവുകൾ കൊത്തിവരുന്ന കറുത്ത പക്ഷികളെ നോക്കി നിൽക്കുന്ന കുട്ടിയായി ഞാൻ പിന്നെയും മുള്ളുവേലിക്കരികിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഓരോ യുദ്ധം വരുമ്പോഴും കനലുകൾ കൊത്തിവരുന്ന കറുത്ത പക്ഷികളെ നോക്കി നിൽക്കുന്ന കുട്ടിയായി ഞാൻ പിന്നെയും മുള്ളുവേലിക്കരികിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നെഴുതിയാണ് അദ്ദേഹത്തിൻ്റെ ആ രചന അവസാനിക്കുന്നത്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് ടൈമിൽ RJ ഷായുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട എം ബഷീറിൻ്റെ രചനകൾ പങ്കുവെക്കുന്ന വേദിയിലാണ് നിങ്ങളുള്ളത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുക്കി. പ്രണയത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: പ്രണയം പ്രകൃതിയിൽ ലയിച്ച് ഹൃദഭേദങ്ങളിൽ അലിഞ്ഞില്ലാതാകുന്ന പ്രണയം. വിശപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു: വിശപ്പ്, മനുഷ്യർ പരസ്പരം കടിച്ചു പറിക്കുന്ന വിശപ്പ്. ഭയത്തെക്കുറിച്ച് അദ്ദേഹം ഇത് രാജു നാരായണത്രയുടെ വരികളാണ്. ഇത് രാജു നാരായണത്ര പങ്കുവെച്ച സോഷ്യൽ മീഡിയയിൽ നിന്ന് വാട്സപ്പിൽ അദ്ദേഹം പങ്കുവെച്ച രചനയാണ്. രാജ് നാരായണത്ര അദ്ദേഹം കലാഭവൻ മണിക്ക് വേണ്ടി സല്യൂട്ട് പോലെ കുറേ സിനിമകളുടെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള ആളാണ്, സംവിധായകനാണ്. തൃശ്ശൂർ സ്വദേശിയായ രാജ് നാരായണത്ര അദ്ദേഹമാണ് പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത്. പ്രണയം ദയിച്ച് ഋതുഭേദങ്ങളിൽ അലിഞ്ഞില്ലാതാകുന്ന പ്രണയം, വിശപ്പിനെക്കുറിച്ച് മനുഷ്യർ പരസ്പരം കടിച്ചു പറിക്കുന്ന വിശപ്പ്, ഭയം, ഭ്രൂണങ്ങൾ ജീവനറ്റു പോകുന്ന ഭയം, സ്വാതന്ത്ര്യം, എല്ലാ അതിർത്തികളും തുറന്നിടുന്ന സ്വാതന്ത്ര്യം, മതം, എല്ലാവരെയും ഊട്ടിയുറക്കുന്ന മതം, മരണം, ജീവിതം കൊതി തീർന്ന് ഭൂമിയെ ചുംബിച്ച മരണമെന്ന് എഴുതുന്നു അദ്ദേഹം. തീർച്ചയായും FM 99.7 നമ്മളാം പൂക്കാലത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ട എം ബഷീറിൻ്റെ രചനകളും ഒപ്പം നിങ്ങൾ പ്രിയപ്പെട്ടവർ പങ്കുവയ്ക്കുന്ന മറ്റു രചനകളും നിങ്ങളുടെ രചനകളും ഒക്കെയാണ്. ഏറെ സ്നേഹത്തോടു കൂടി ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. കവിതകൾ എങ്ങനെയാണ് ഓരോ ഹൃദയത്തിലും ചെന്ന് തട്ടുന്നതെന്നും മുട്ടുന്നതെന്നും അറിയില്ല. പോകുന്ന പോക്കിലും എത്തുന്ന ഇടങ്ങളിലും അതുണ്ടാക്കുന്ന അലകളെക്കുറിച്ചും നമുക്കറിയില്ല. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി മിടിച്ചെത്തിയ സ്നേഹസമ്മാനത്തെക്കുറിച്ച്, ഈ കവിതകളുടെ ആനന്ദത്തെക്കുറിച്ച് തുള്ളിത്തുളുമ്പിയത് തുവാതിരിക്കാനാവുന്നില്ല. കവിതയുടെ മാറ്റുള്ളികളെ എനിക്ക് എങ്ങനെയാണ് നിർവചിക്കാനാവുക എന്ന് MR രേണുകുമാറിൻ്റെ വാക്കുകളാണ്. തീർച്ചയായും പ്രിയപ്പെട്ട എം ബഷീർ നവമാധ്യമങ്ങളിലൂടെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ രചനകളുമായി വളരെ സജീവമായി രംഗത്തുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളും നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പങ്കുവയ്ക്കുന്ന മറ്റു രചനകളുണ്ട്. ഒരിക്കൽ സലീം ഇങ്ങനെ എഴുതി, സലീം ചേനത്തിൻ്റെ രചന: നിങ്ങൾ എന്നെ കളിയാക്കുമ്പോൾ ദൈവം എൻ്റെ കൂട്ടുകാരനാവും, അവൻ്റെ ചിരി എൻ്റെ കരുത്താകും. നിങ്ങൾ എന്നെ കളിയാക്കുമ്പോൾ ദൈവം എൻ്റെ കൂട്ടുകാരനാകും, അവൻ്റെ ചിരി എൻ്റെ കരുത്താകും. ഭ്രാന്തൻ എന്ന നിന്റെ വിളി എൻ്റെ നെഞ്ചിലൊരു മുദ്രയാണ്. ഞാൻ സ്വപ്നം കാണുന്നു നക്ഷത്രങ്ങൾ തൊടുന്ന വഴികളിൽ. അപ്പോൾ ഞാൻ എന്നെ കാണുന്നു, എൻ്റെ ഓരോ ചുവടും നോക്കുന്നു. ലോകം എന്നെ തള്ളിപ്പറന്നാലും എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ചെങ്ങാടം എൻ്റെ പുഴയിലൂടെ ഒഴുകിപ്പോകുമെന്നാണ്. സലീം ഒരിക്കലും ഇങ്ങനെ എഴുതി: നിങ്ങൾ എന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കുമ്പോൾ ദൈവം പൊട്ടിച്ചിരിച്ചത് ഞാൻ പണിതീർത്ത ചെങ്ങാടത്തിലിരുന്നാണ്.
നിങ്ങൾ എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോൾ ദൈവം പൊട്ടിച്ചിരിച്ചത് ഞാൻ പണിതീർത്തൊരു ചെങ്ങാടത്തിലിരുന്നാണ്. തീർച്ചയായും ഒട്ടനവധി എഴുത്തുകാരുണ്ട് നവമാധ്യമങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന പ്രശസ്തരല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള, മുമ്പ് ആദ്യകാലം മുതൽ തന്നെ സ്വപ്നാടനം പോലെയുള്ള ഗ്രൂപ്പുകളിലുള്ളപ്പോൾ ഉണ്ടായിരുന്നൊരു എഴുത്തുകാരുണ്ട് ആഗ ഇപ്പോഴും വളരെ സജീവമായി നവമാധ്യമങ്ങളിലൂടെ വല്ലപ്പോഴും കുറിക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ചെറു വഴികളിലൂടെ ഇപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി: ആർദ്രമാണൻ പക്ഷിവാക്കുകൾ നാം അതിൻ കരം ഗ്രഹിക്കും, ഒരു കുഞ്ഞിനെ എന്ന പോൽ നാം അതിൻ കരം ഗ്രഹിക്കും, മരങ്ങൾ അതിൻ്റെ തണൽ പെറ്റുകൂട്ടും പോലെ, നദികൾ അതിൻ്റെ കുളിരിൽ മതിമറക്കും പോലെ, ഒരിക്കൽ ഒരു നാൾ നാം നമ്മുടെ ഹൃദയത്തെ ചുണ്ടോട് ചേർക്കും, അതിരുറ്റൊരാനന്ദത്തിൽ നാം ഒരു പൂവായി മാറും. ഒരിക്കൽ ഒരു നാൾ നാം നമ്മുടെ ഹൃദയത്തിൽ ചുണ്ടോട് ചേർക്കും, അതിരൊറ്റൊരാനന്ദത്തിൽ ഞാൻ ഒരു പുഴയായി മാറും എന്നാണ് എഴുതുന്നത്. ദിസ് ഇസ് MyFM 99.7. MyFM 99.7ന്റെ റീഡിംഗ് ടൈമിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ഷായുടെ ശബ്ദമാണ്. ബിജു അബ്ദുൽ അസീസ് കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ബിജുവിനെ സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ലൈവിലേക്ക്. എം ബഷീറിന്റെ രചനകളിലൂടെ നമുക്ക് വീണ്ടും യാത്ര ചെയ്യാം. തീർച്ചയായും മികച്ച അനുഭവം സമ്മാനിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഓരോ രചനകളും നിറഞ്ഞു നിൽക്കുന്നത്. പരപ്പരങ്ങാടി സ്വദേശിയായ അദ്ദേഹം നിലവിൽ മനാമിയിലാണുള്ളത്, ബഹ്റിനിലാണുള്ളത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം നിഷ്പക്ഷവാദികളോട് ഇങ്ങനെ പറഞ്ഞു. ആ ചോദ്യത്തോടു കൂടിയാണ്, നിഷ്പക്ഷവാദികളോടുള്ള ചോദ്യത്തോടു കൂടിയാണ് ഞാനിത് തുടങ്ങിയത് തന്നെ. കൊടുങ്കാറ്റ് വീശുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? ഇലയ്ക്കൊപ്പമോ ചില്ലയ്ക്കൊപ്പമോ? കാട്ടുതീ പടരുമ്പോൾ നിങ്ങൾ മരങ്ങൾക്കൊപ്പമോ കാറ്റിൻ്റെ ഭാഗത്തോ നിൽക്കുക? പ്രളയജലം കവിഞ്ഞ് ഭൂമി മുങ്ങിപ്പൊങ്ങുമ്പോൾ നിങ്ങൾ വേരുകളുടെ കൂടെയോ മഴയ്ക്കൊപ്പമോ നിൽക്കുക? അമ്പുകൊണ്ട് ഹൃദയം മുറിയുമ്പോൾ നിങ്ങൾ പക്ഷിയുടെ പക്ഷമോ വേടന്റെ കൂടെയോ നിൽക്കുക? മൗനം പതിച്ച് വാക്കുകൾ പൊട്ടിച്ചിതറുമ്പോൾ നിങ്ങൾ ചിരിമരിച്ച ചുണ്ടുകൾക്കൊപ്പമോ കത്തിക്കരിഞ്ഞ കവിതയ്ക്കൊപ്പമോ നിൽക്കുക? മൗനം പതിച്ച് വാക്കുകൾ പൊട്ടിച്ചിതറുമ്പോൾ നിങ്ങൾ ചിരിമരിച്ച ചുണ്ടുകൾക്കൊപ്പമോ കത്തിക്കരിഞ്ഞ കവിതയ്ക്കൊപ്പമോ നിൽക്കുക എന്നാണ്. എഴുതി തുടങ്ങിയിട്ട് 40 വർഷം പിന്നിട്ടതിനെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹം എഴുതി. ഇപ്പോൾ വെറുതെ ഓർത്തു പോവുകയാണ്, വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ ഒരു നേരം പോക്കിന് ഓർത്തു പോകുന്നു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഓർക്കാതെയും ഇരിക്കാം, എങ്കിലും ചുമ്മാ പറയുന്നു എന്നേ ഉള്ളൂ. എന്താ സംഭവം എന്ന് വെച്ചാൽ, എഴുതി തുടങ്ങിയിട്ട് 40 വർഷം കഴിയുന്നു. ആ പേരിൽ ആരും ഇതുവരെ ഒരു പൊന്നാട അണിയിച്ചിട്ടില്ല, ഒരു പൂച്ചണ്ട് തന്നിട്ടില്ല. പോട്ടെ, കനപ്പെട്ട ഒരു ധനോപഹാരമെങ്കിലും തരേണ്ടതായിരുന്നു. അതും പോട്ടെ, സാരമില്ല. മുഖ്യധാരയിലില്ല എന്ന കാരണത്താൽ അതീവ വിനയത്തോടെ ഇത്തരം പരിഭവങ്ങൾ പിൻവലിച്ച് ഇതിനോടൊക്കെയുള്ള പ്രതികാരമെന്ന നിലയിൽ ഇക്കൊല്ലം 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന ഉറച്ച നിലപാടിലാണിപ്പോൾ. ജാഗ്രതേ. എന്നാൽ കണ്ണുകളിൽ സ്വപ്നത്തിന്റെ നക്ഷത്രങ്ങൾ കത്തിച്ചു വെച്ച രാപ്പകലുകളുടെ വായനയുടെയും എഴുത്തിന്റെയും ആകാശമാക്കി മാറ്റി ആ മെലിഞ്ഞ സുന്ദരനായ കൗമാരക്കാരനെ ഞാൻ എങ്ങനെ മറക്കും? കാലത്തിന്റെ വേറെ ഏതോ മറുകരയിൽ പാമ്പ് മാണിക്യക്കല്ല് സൂക്ഷിക്കുന്ന പോലെ എഴുതിയ വാക്കുകൾ അതീവ രഹസ്യമായി മറച്ചുവെച്ച് കാലത്തിന്റെ വേറെ ഏതോ മറുകരയിൽ പാമ്പ് മാണിക്യക്കല്ല് സൂക്ഷിക്കുന്ന പോലെ എഴുതിവെച്ച വാക്കുകൾ അതീവ രഹസ്യമായി മറച്ചുവെച്ച് ആരും അറിയാതെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും അയച്ചുകൊടുത്ത് പത്രാധിപന്മാരുടെ മറുപടിക്കായി പോസ്റ്റ്മാൻ പോകുന്ന വഴിയിൽ നെഞ്ചിടിപ്പുമായി നിന്ന ആ ലഹരി ബാധിച്ച നാളുകളെ ഞാൻ എങ്ങനെ മറക്കും? 3 കൊല്ലത്തോളം തുടർച്ചയായി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മറുകുറിപ്പുകളുടെ കുന്തമുനകൾ ഏറ്റിട്ടും വീഴാതെ നിവർന്നു നിന്ന് പിന്നെയും എഴുതി ഞാൻ എൻ്റെ സൃഷ്ടി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തന്നെ വരുത്തിച്ച ആ മായാജാലക്കാരൻ ചെക്കനെ ഞാൻ എങ്ങനെ മറക്കും? തുടർന്നുള്ള 3 വർഷങ്ങൾ കൊണ്ട് അന്നത്തെ മലയാളത്തിലെ ഒട്ടുമിക്ക എല്ലാ വാരികളിലും മാഗസിനുകളിലും വാരാന്ത പതിപ്പുകളിലും തുടർച്ചയായി എഴുതിയിട്ടും ഒന്നും അറിയാത്ത പോലെ എല്ലാവരിൽ നിന്നും മറഞ്ഞു നിന്ന്
ആ സ്വകാര്യ അനുഭൂതിയെ ഉള്ളിൽ നിറച്ച് സ്വയം ആനന്ദിച്ച ആ അന്തർമുഖനായ യുവാവിനെ ഞാൻ എങ്ങനെ മറക്കും? പിന്നെ അക്ഷരങ്ങളുടെ വെയിലും നിലാവും മഴയും കാറ്റും വെടിഞ്ഞ് മരുഭൂമിയിലേക്ക് ആജീവനാന്ത തടവിന് വിധിക്കപ്പെട്ട് മൗനത്തിന്റെ പൽചക്രങ്ങൾക്കിടയിൽ കുരുങ്ങി ചതഞ്ഞുപോയ കിനാക്കളുടെ പൊട്ടും പൊടിയും ഹൃദയത്തിൽ സൂക്ഷിച്ച് അജ്ഞാതനായി കാലം കഴിച്ച ആ അടഞ്ഞ പുസ്തകം പോലുള്ള മനുഷ്യനെ ഞാൻ എങ്ങനെ മറക്കും? ആദ്യം എഴുതിയ വരികൾ പോലെ ആഴത്തിൽ പതിഞ്ഞതാണ് വക്കിൽ ചോര പൊടിഞ്ഞ ആ വാക്കുകൾ അത്രയും. അതൊക്കെ തൊട്ടു വിളിച്ചുണർത്തി കാട്ടിത്തരുന്ന കാലത്തിന്റെ കാരുണ്യത്തിന് ഇപ്പോൾ നന്ദി പറയാം. സർഗവേദനയുടെ ജിജ്ഞാസ ഒരു ലഹരി പോലെ രക്തത്തിൽ കൊണ്ടു നടന്ന ആ യൗവനകാല രാപ്പകലുകളുടെ ഉന്മാദ ഗന്ധം ആവോളം ശ്വസിച്ചുകൊണ്ട് ഞാൻ ആ ഓർമ്മകളോട് മിണ്ടിപ്പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നെഴുതിയാണ് തൻ്റെ ഒരു പഴയകാല ചിത്രം പങ്കുവെച്ചുകൊണ്ട് 40 വർഷത്തെ എഴുത്തിനെക്കുറിച്ച് പ്രിയപ്പെട്ട ബഷീർ സാഹിബ് മനാമിയിലെ ബഹറിൽ ഇരുന്നു കൊണ്ട് നമുക്കായി പങ്കുവെച്ചത്. പ്രണയിക്കുന്നവരുടെ പ്രവാസ കവിതയിൽ ഒരിക്കലും മരുഭൂമി തിരയരുത്. കള്ളിമുള്ളുകളുടെ വസന്തകാലത്തെ അവർ നിലാവിൻ്റെ വിരിപ്പിട്ട് മൂടി പൊതിഞ്ഞു കളയും. മഴയെക്കുറിച്ച് അവരെഴുതിയ പൊള്ളുന്ന വാക്കുകൾ കൊടും വേനലിലിരുന്നു മാത്രം വായിക്കുക. പ്രണയിക്കുന്നവരുടെ പ്രവാസ കവിതയിൽ ഒരിക്കലും മഞ്ഞുകാലം കാത്തിരിക്കരുത്. തിരകളില്ലാത്ത കടലിനെ നോക്കി അവർ വരച്ച നിശ്ചല ചിത്രങ്ങൾ കൊടുങ്കാറ്റിന്റെ ചുവരിൽ തൂക്കിയിടുക. ഏകാഗികളുടെ നിറമില്ലാത്ത രൂപങ്ങൾ പതിച്ച അവരുടെ ഉടുപ്പുകളിൽ ഒരു ശലഭചിത്രമെങ്കിലും തുന്നിച്ചേർക്കുക. പ്രണയിക്കുന്നവരുടെ പ്രവാസ കവിതയിൽ ഒരിക്കലും നക്ഷത്രങ്ങളുടെ ആകാശത്തെ നോക്കിയിരിക്കരുത്. ഹൃദയരൂപം കൊത്തിവെച്ച അവരുടെ ഇടനെഞ്ചിലെ അമ്പിന്റെ കൂർപ്പ് കഴിയുമെങ്കിൽ മായ്ച്ചു കളയുക. ഹൃദയരൂപം കൊത്തിവെച്ച അവരുടെ ഇടനെഞ്ചിലെ അമ്പിന്റെ കൂർപ്പ് കഴിയുമെങ്കിൽ മായ്ച്ചു കളയുക. ഉറങ്ങാതുറങ്ങുകയും ഉണരാതുണരുകയും ചെയ്യുന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് ചുറ്റും മൗനത്തിന്റെ മരവിച്ച പുതപ്പിട്ടു നിൽക്കുന്ന മങ്ങിയ ചുവരുകളിൽ കടും ചായത്തിൽ എന്തെങ്കിലുമൊക്കെ കോറി വരച്ചിട്ടു പോവുക. പ്രണയിക്കുന്നവരുടെ പ്രവാസ കവിതയിൽ ഒരിക്കലും തിരിച്ചു പോകാൻ വഴികളുള്ള കാടുണ്ടാവില്ല. ചേക്കാറാൻ ഇടം കിട്ടാതെ ചിറകു തളർന്നു പാറുന്ന പക്ഷികൾക്കിരിക്കാൻ കൂടുണ്ടാവില്ല. പ്രണയിക്കുന്നവരുടെ പ്രവാസ കവിതയിൽ ഒരിക്കലും തിരിച്ചു പോകാൻ വഴികളുള്ള കാടുണ്ടാവില്ല. ചേക്കേറാൻ ഇടം കിട്ടാതെ ചിറകു തളർന്നു പാറുന്ന പക്ഷികൾക്കിരിക്കാൻ കൂടുണ്ടാവില്ല എന്നാണ് പ്രവാസി കൂടിയായ എം ബഷീർ എഴുതുന്നത്. എം ബഷീറിന്റെ രചനകൾ പങ്കുവച്ചിട്ടുള്ള റീഡിംഗ് ടൈമിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ഷായുടെ ശബ്ദമാണ്. ഓരോ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മുകേഷ് KC ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട ജിതിനാർ പണിക്കറും അബ്ദുൽ ജമാലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ബിജു അബ്ദുൽ അസീസ് കേൾക്കുന്നുണ്ട്. ഓരോ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ റീഡിംഗ് ടൈമിൽ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് വിനോദ് ശങ്കരന്റെ രചനകളാണ്. സോഷ്യൽ മീഡിയയിലൂടെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഒക്കെ നിങ്ങൾക്കൊക്കെ സുപരിചിതനായിട്ടുള്ള പ്രിയപ്പെട്ട വിനോദ് ശങ്കരന്റെ രചനകൾ പങ്കുവയ്ക്കുക. തീർച്ചയായും വിനോദ് ശങ്കരന്റെ എൻ്റെ മരണങ്ങളോട് എന്ന രചന നമ്മൾ പങ്കുവച്ചിരുന്നു. അതോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് എം ബഷീറിന്റെ മറ്റൊരു വരി, ആരും വഴി നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കും പാതയിൽ തളർത്ത പുല്ലുകൾ. ആരും വഴി നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കും പാതയിൽ തളർത്ത പുല്ലുകൾ. കാറ്റ് ഇതിലേ വരരുതേ എന്ന് നെഞ്ചിടിപ്പിൽ വിറയ്ക്കും മഞ്ഞ പടർന്ന ഇലകൾ. ഒരു പക്ഷിയും കൂടുവെക്കരുതേ എന്ന് മോഹിക്കും ഉണങ്ങാറായ ചില്ലകൾ. ഒരു നിദ്രയും തീരരുതേ എന്ന് വിഷാദപ്പെടും വിരഹം മുറിവിൽ പിടയും സ്വപ്നങ്ങൾ. ഒരോർമ്മയും തിരിച്ചു വരരുതേ എന്ന് ഭ്രാന്തു പിടിച്ചോടും തീപിടിച്ച പ്രണയം. എങ്ങനെയെങ്കിലും വലുതായാൽ മതി, പിന്നെ സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് കണ്ണീരൊലിപ്പിക്കും കയറുപൊട്ടിയ കുട്ടിക്കാലം. എന്നും കുട്ടിയായാൽ മതിയായിരുന്നു
എന്തിനു വലുതായെന്ന് പരിഭവിക്കും വലുതായി മുരടിച്ച കുട്ടികളെന്ന് എഴുതിയാണ് എം ബഷീറിൻ്റെ ആ രചന അവസാനിക്കുന്നത്. തീർച്ചയായും ഇതോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി രചനകളുണ്ട്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM മൈ FM 99.7 നമ്മളാം പൂക്കാലം. ഇപ്പോൾ പങ്കുവയ്ക്കപ്പെട്ട മറ്റൊരു രചന പ്രിയപ്പെട്ട സഫു വയനാടിൻ്റെ രചനയാണ്. സഫു വയനാട് പ്രണയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തോളം എത്തി എനിക്ക് ആ മനുഷ്യനെ കണ്ടെത്തുവാൻ, ഇനിയും പ്രണയമായെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. ജരാനര ബാധിച്ചവളുടെ ജൽപ്പനങ്ങളെന്ന് ചിരിച്ചു തള്ളിയേക്കാം. പക്ഷേ മടുപ്പ് മുറ്റി മരിക്കാറായവൾക്ക്, സ്നേഹരാഹിത്യത്തിൽ വരണ്ടുപോയവൾക്ക് സ്വാസ്ഥ്യപ്പെടാൻ ഒരു തളിരില തണുപ്പ്, ഒറ്റത്തുണ്ട് ഭൂമി. ഉള്ളിലെ വേദനയെ അപ്പാടെ ഒന്നും എനിക്ക് ഇറക്കി വയ്ക്കാൻ ഒരിക്കലും മതിയെന്ന് പറയാവിധമൊന്ന് ആർത്തു കരയാൻ, കാടുപോലെ ചുറ്റും മുളച്ചു പൊന്തിയ മനുഷ്യരിൽ നിന്നും ഒരാളെ കണ്ടെത്തുക എന്നത് പ്രയാസകരമായിരുന്നു. മുളയേത് കളയേതെന്ന് വേർതിരിക്കുക ദുഷ്കരം. കണ്ടെത്തലുകൾക്ക് കാലങ്ങൾ വേണ്ടി വന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അയാൾക്ക് പരീക്ഷണങ്ങൾ അനവധിയായിരുന്നു. കണ്ടെത്തലുകൾക്ക് കാലങ്ങൾ വേണ്ടി വന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അയാൾക്ക് പരീക്ഷണങ്ങൾ അനവധിയായിരുന്നു. ഉടൽ എന്നത് കേവലം ഉടയാട മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരുവളോട് ഹൃദയം കൊണ്ടയാൾ മിണ്ടി. അതെ, അടഞ്ഞുപോയ മനസ്സിൻ്റെ തൃക്കണ്ണു തുറന്നു വെച്ചവൻ. എൻ്റെ നോവ് രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴെല്ലാം ഉടലൂറി എറിഞ്ഞയാൾ ഉയിരിനെ പരിലാളനകൾ കൊണ്ട് മൂടി. എൻ്റെ നോവ് രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴെല്ലാം ഉടലൂരി എറിഞ്ഞയാൾ ഉയിരിനെ പരിലാളനകൾ കൊണ്ട് മൂടി. പ്രണയം നിറഞ്ഞ് രക്തക്കുഴകൾ പൊട്ടുമ്പോഴൊക്കെ ഹൃദയങ്ങൾ പരസ്പരം സംഭോഗത്തിലേർപ്പെട്ടു. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എന്നിൽ വിരാജിച്ച 180 രോമകൂപങ്ങളും രതിമൂർച്ചയുടെ പാരമ്യത്തിലെത്തി. മനസ്സ് ജീവിതത്തിൽ ആദ്യമായി ഒരു മനുഷ്യനു മുന്നിൽ വിയർത്തു വിവശയായി. അയാളെൻ്റെ ഉടലിനെ എപ്പാടെയും അവഗണിച്ചു. ഉടലിനെയാണെങ്കിലോ ഉടഞ്ഞു പോവാതെ ഇപ്പോഴും ഉയിരിനെയാണെങ്കിലോ ഉടഞ്ഞു പോകാതെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. എനിക്കുറപ്പുണ്ട് ഇങ്ങനെ ഒരുവൻ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ലെന്ന്. മനസ്സിലെ ഓരോ മറുകുകളുടെ സ്ഥാനവും കണ്ണടച്ച് തൊട്ടുകാട്ടുന്നവൻ, എൻ്റെ ഇരുളിടങ്ങളിലൂടെയെല്ലാം യാതൊരു യാത്രാരേഖകളുമില്ലാതെ യഥേഷ്ടം സഞ്ചരിച്ച് നിലാവ് കൊളുത്തുന്നവൻ. എന്തൊരു പ്രണയമാണ്! അയാൾ എന്തൊരു മനുഷ്യനാണെന്ന് എഴുതിയാണ് സഫു വയനാടിൻ്റെ രചന അവസാനിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി എം ബഷീറിൻ്റെ കടലിനെ കുറിച്ചിട്ടുള്ള കവിത കടലിൽ നിന്ന് തുടങ്ങുകയാണ്. കടൽ കരയോട് ചെയ്തത് എനിക്കെൻ്റെ കവിതയോട് ചെയ്യണം. മഴ മണ്ണിനോട് കാറ്റിലയോടും ചെയ്തത്, കലാപം തെരുവിനോട് ചെയ്തത്, മുള്ളുകൾ ഇതളുകളോട് ചെയ്തത്, ആകാശം പൂക്കളോടും ശരം ഹൃദയത്തോടും ചെയ്തത് ഞാൻ എൻ്റെ കവിതയോടും ചെയ്യണം. ഓർമ്മകൾ പ്രണയത്തോട് ചെയ്തത്, മുറിവുകൾ മറവിയോടെ ചെയ്തത്, പാതകൾ പാദങ്ങളോട് ചെയ്തത് എനിക്കെൻ്റെ കവിതയോട് ചെയ്യണം. ജീവിതം എന്നോട് ചെയ്യുന്നത് എനിക്കെൻ്റെ കവിതയോട് ചെയ്യണമെന്നാണ്. തീർച്ചയായും മറ്റു കവിതകളുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എത്ര ലളിതമായിട്ടാണ് പ്രിയപ്പെട്ട എം ബഷീർ തൻ്റെ രചനകളിലൂടെ നമ്മളോട് സംസാരിക്കുക. പിന്നെയും നിന്നെ ഓർക്കുമ്പോൾ എന്ന രചനയിൽ അദ്ദേഹം സ്വയം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ആരും വരാനില്ലാത്ത വീടായാൽ മതി എനിക്ക് എന്നൊരിക്കൽ അദ്ദേഹം എഴുതി. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രചനകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രചന കൂടി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു റീഡിംഗ് ടൈം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റു രചന പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അടുത്ത വിനോദ് ശങ്കറിൻ്റെ രചനകളായിട്ടായിരിക്കും അടുത്ത വെള്ളിയാഴ്ച 5 മണിക്ക് മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് ടൈമിൽ നമ്മൾ ഒത്തുചേരുക. എന്നിലേക്കുള്ള വഴിയടയാളങ്ങൾ എന്ന എം ബഷീറിൻ്റെ ഒരു രചന പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ റീഡിംഗ് ടൈം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ അസംഖ്യം രചനകളും ആസ്വാദനക്കുറിപ്പുകളും അദ്ദേഹത്തിന് മറു കവിതകൾ എഴുതിയതൊക്കെ ശേഖരിച്ചു വെച്ചെങ്കിലും എല്ലാം ഉൾപ്പെടുത്താനായിട്ടില്ല. തീർച്ചയായും ഇനിയും അദ്ദേഹത്തിൻ്റെ രചനകളുമായി മൈ FMൻ്റെ ഈ റീഡിംഗ് ടൈം നമ്മൾ ഒത്തുകൂടും. എന്നിലേക്കുള്ള വഴിയടയാളങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: എത്ര വട്ടം വന്നു പോയാലും എന്നിലേക്കുള്ള വഴി എപ്പോഴും തെറ്റുമെന്ന് പരാതി പറയാറുണ്ട് പലരും.
എത്ര വട്ടം വന്നു പോയാലും എന്നിലേക്കുള്ള വഴി എപ്പോഴും തെറ്റുമെന്ന് പരാതി പറയാറുണ്ട് പലരും. അതിനാൽ എളുപ്പം എത്താനുള്ള ചില അടയാളങ്ങൾ വഴി പിഴച്ചവരുടെ അറിവിലേക്കായി താഴെ പറയുന്നു. നിറയെ കള്ളിമുള്ളുകൾ പൂത്തൊരു വഴിയിലൂടെ വേണം വരാൻ. നടക്കുമ്പോൾ പാദങ്ങളിൽ മുനകൂർത്ത ഓർമ്മകൾ കുത്തിക്കേറാതെ നോക്കുക. നിരത്തിൽ നിന്ന് തൊടിയിലേക്ക് ഇറങ്ങിയാൽ തൊട്ടാവാടികളുടെ വസന്തമുണ്ട്. നടക്കുമ്പോൾ അറിയാതെ പോലും ഇലകളിൽ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെളി പിടിച്ച വരമ്പിലൂടെ നടക്കുമ്പോൾ വീഴാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക. ചെളി പിടിച്ച വരമ്പിലൂടെ നടക്കുമ്പോൾ വഴുതി വീഴാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക. വീണാൽ സ്വപ്നങ്ങളാകെ ചെളി പുരണ്ട് വൃത്തികേടാകും. മുറ്റത്തേക്ക് കയറുന്നിടത്ത് മുടിയഴിച്ചിട്ട ചെമ്പരത്തിക്കാടുണ്ട്. കാണാത്ത മട്ടിൽ നടക്കുക. പൂവിലേക്ക് നോക്കിയാൽ ഭ്രാന്തിൻ്റെ ശലഭങ്ങൾ പാറിപ്പറന്ന് പൊതിഞ്ഞു കളയും. കൽപ്പടവിൽ ഉടഞ്ഞു ചിതറിയ കുപ്പിച്ചില്ലുകളിൽ ഉണങ്ങാത്ത ചോരപ്പാട് കാണാം. ഓരോ ചീളിലും മൗനത്തിൻ്റെ മൂർച്ചയുണ്ട്. ചവിട്ടാതെ ചാടിക്കടക്കുക. ഉമ്മറക്കല്ലിലെ മാളത്തിൽ നാവു നീട്ടിയ പാമ്പിൻ തലയുടെ തിളക്കം കാണാം. ഉമ്മറക്കല്ലിനടിയിലെ മാളത്തിൽ നാക്ക് നീട്ടിയ പാമ്പിൻ തലയുടെ തിളക്കം കാണാം. കൂടിയ വിഷമുള്ള ഇനമാണ്. ഒച്ചയുണ്ടാക്കാതെ കേറിപ്പോവുക. കോലായിൽ കാറ്റു നാടുകടത്തിയ ഇലഞ്ഞിപ്പൂക്കളുടെ കൊഴിഞ്ഞ ചിറകുകൾ കൂട്ടം കൂടിയിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളുണ്ട്. അകത്തെ മേൽക്കൂരയിൽ തൂവലുകൾ കൊഴിഞ്ഞു കിടക്കുന്ന ഒഴിഞ്ഞ കിളിക്കൂട് കാണാം. ആ കൂട്ടിലേക്ക് നോക്കി ഒരു മൂളിപ്പാട്ട് പോലും പാടരുത്. നടുത്തളത്തിലെ ചുവരിൽ മാറാല പിടിച്ച കുറൂശിതന്റെ ഛായാചിത്രം കാണാം. ആണിത്തുളകളിൽ നിന്നൊഴുകുന്ന ചോരത്തുള്ളികൾ ദേഹത്ത് പുരളാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവിടുന്ന് നേരെ നടന്നാൽ കണ്ടുകഴിഞ്ഞ സ്വപ്നങ്ങളുടെ വലിയൊരു മാലിന്യ കൂമ്പാരം കാണാം. അതിനടുത്ത് നിറമില്ലാത്ത പൂക്കളുടെ ശ്മശാനമുണ്ട്. അകത്തേക്ക് കയറാൻ ഒറ്റ വാതിലും ഇറങ്ങിപ്പോകാൻ നിറയെ വാതിലുകളുമുണ്ട്. അകത്തേക്ക് കയറാൻ ഒറ്റ വാതിലും ഇറങ്ങിപ്പോകാൻ നിറയെ വാതിലുകളുമുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വഴി തെറ്റാതിരിക്കാൻ മേൽപ്പറഞ്ഞ അടയാളങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. എം ബഷീറിന്റെ രചനയാണ് പങ്കുവച്ചത്. ഏറെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ വഴിയടയാളങ്ങളിലൂടെ നാം സഞ്ചരിച്ചു. ചില അടയാളങ്ങൾ വഴി പിഴച്ചവരുടെ അടയാളത്തിലേക്ക് അദ്ദേഹം സമ്മാനിച്ചു. അദ്ദേഹം സമ്മാനിച്ച മുനകൂർത്ത ഓർമ്മകൾ കുത്തിക്കേറുന്ന കവിതകൾ, പ്രണയത്തിൻ്റെ ഓരോ ചീളിലും മൗനത്തിൻ്റെ മൂർച്ചയുള്ളത്. ഏറെ സ്നേഹത്തോടുകൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുകയാണ്. MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് ടൈമിൽ ഇനിയും പറഞ്ഞിരിക്കാൻ കേട്ടിരിക്കാൻ 1000 രചനകൾ ഉള്ള ആളാണ് പത്മചേച്ചി. കുറച്ച് വൈകിയാണ് എത്തിച്ചേർന്നത്. പത്മചേച്ചി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പത്മചേച്ചി UAE-യിലാണുള്ളത്. ഏറെ സ്നേഹത്തോടെ പത്മചേച്ചിയെ കേട്ടുകൊണ്ടിരിക്കുന്ന ബിജു അബ്ദുൽ അസീസിനെ, രചന പങ്കുവെച്ച മുകേഷ് KC-യോടുള്ള ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. ബാപ്പു ചോളമുണ്ട, അതോടൊപ്പം വാണി വീണ, ബീന റേച്ചൽ, നിജു, പ്രിയപ്പെട്ട ജിതിനാർ പണിക്കർ, അബ്ദുൽ ജമാൽ, സെലിൻ ജോൺസൺ തുടങ്ങി പ്രജീഷ ജയരാജാണ് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ നാം തമ്മിൽ കാണാതെ പോയ ദിനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ചേർന്നിരുന്ന ഈ നിമിഷത്തെക്കുറിച്ച് മാത്രം ഒന്നും പറയാതെ പിന്നെയും നമ്മൾ പിരിഞ്ഞു പോകുമെന്ന് എഴുതുന്ന വളരെ ചെറിയ എം ബഷീറിന്റെ രചനയാണ് നമുക്ക്. ഏറെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും സന്തോഷം അറിയിക്കുന്നു. പത്മചേച്ചി സ്നേഹം അറിയിക്കുന്നുണ്ട്. തീർച്ചയായും വിനോദ് ശങ്കറിന്റെ രചനകളുമായി നമ്മൾ വീണ്ടും അടുത്ത വെള്ളിയാഴ്ച കാണും. നാളെ മോർണിംഗ് ചിറ്റ്ചാറ്റിൽ വീണ്ടും ഞാനെത്തും. അടുത്ത വെള്ളിയാഴ്ച റീഡിംഗ് ടൈമിൽ നിങ്ങൾക്കായി എം ശങ്കറിന്റെ രചനയ്ക്കൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ രചനകളും നിങ്ങൾ പ്രിയപ്പെട്ട രചനകൾക്ക് ഉണ്ടാവും. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട എം ബഷീറിന് എഴുത്തിലൂടെ ഇത്രയും നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമ്മാനിച്ച അദ്ദേഹത്തോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട അദ്ദേഹം ഒരു മികച്ച ചിത്രകാരൻ കൂടിയാണ്. മികച്ച സംഘാടകനാണ്. അദ്ദേഹം ബഹ്റിനിലാണുള്ളത്. ഏറെ സന്തോഷമാണ്, സ്നേഹമാണ്. വളരെ കാലത്തിന് ശേഷം സജീവമായി നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹം എഴുത്ത് തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഇനിയും തുടരട്ടെ. ഒപ്പം അദ്ദേഹത്തിൻ്റെ രചനകൾ ഒരുപാട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചു വെച്ച് പലതും പങ്കുവയ്ക്കാറായിട്ടില്ല. എങ്കിലും ഒരു ആഗ്രഹം കൊണ്ട് ഒരു രചന കൂടി പങ്കുവെച്ച് അവസാനിക്കാം. പ്രണയം തല്ലിക്കൊഴിച്ച അത്രയും ഇലകളെ ഒരു കൊടുങ്കാറ്റും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. മൗനത്തിൽ
മുക്കിക്കൊന്ന അത്രയും വാക്കുകളെ ഒരു കവിതയും എഴുതാതെ വെട്ടിക്കളഞ്ഞിട്ടില്ല. പ്രണയം ചുട്ടുതന്ന അത്രയും കിനാക്കളെ ഒരു രാവും വേട്ടയാടി കൊന്നിട്ടില്ല. പ്രണയം അനാഥമാക്കിയ അത്രയും മുറിവുകളെ ഒരു യുദ്ധവും അഭയാർത്ഥികളാക്കിയിട്ടില്ല. പ്രണയം കുടിച്ചു വറ്റിച്ച അത്രയും വിരഹജലം ഒരു കടലിനെയും തിരയടിച്ചിട്ടുണ്ടാവില്ല. പ്രണയം വാരിപ്പുണർന്ന അത്രയും വേദനകളെ ഒരു മരവും മഴുവിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവില്ല. പ്രണയം വലിച്ചെറിഞ്ഞ അത്രയും പൂക്കളെ ഒരു വസന്തവും വാരിച്ചൂടിയിട്ടുണ്ടാവില്ല. പ്രണയം മറന്നുപോയ അത്രയും ഓർമ്മകളെ ഒരു പക്ഷിയും തുവലുകളായി കുഴിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായും ലേറ്റായി എത്തിയ പ്രിയപ്പെട്ട ചേച്ചിക്ക് വേണ്ടി കൂടിയാണത് പങ്കുവച്ചത്. ഏറെ സ്നേഹത്തോടു കൂടി നിഖി ഇവിടെ എത്തിയിട്ടുണ്ട്. നിഖിക്ക് സ്നേഹം അറിയിക്കുകയാണ്. മികച്ച ശബ്ദത്തിനുടമയായ MyFM 99.7 നമ്മളാം പൂക്കാലത്തിന് വേണ്ടി ഒട്ടനവധി ഓഡിയോ പ്രോഗ്രാമുകൾ ചെയ്തു നൽകിയിട്ടുള്ള ആളാണ്. നിഖിയെ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ നിഖിയുടെ രചനകളും നിഖിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ നമ്മൾ MyFMൽ ഉൾപ്പെടുത്തും, ഉണ്ടാവും, പഴയതിലും സജീവമായി തന്നെ. ഏറെ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. കാരണം 1 മണിക്കൂറിന് മുകളിലായി. എങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ രചനകളും നിങ്ങൾക്കൊപ്പം ഈ പ്രിയപ്പെട്ടവരുടെയൊക്കെ രചനകൾ പങ്കുവയ്ക്കാനാവുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. M. ബഷീറിൻ്റെ രചനകൾ നമ്മൾ ഇന്ന് പങ്കുവച്ചു. തുടർന്നും അദ്ദേഹത്തിൻ്റെ ഒരുപാട് രചനകൾ ബാക്കിയാണ്. ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച മുഴുവൻ രചനകളും എനിക്ക് പങ്കുവയ്ക്കാനായിട്ടില്ല. തീർച്ചയായും M. ബഷീറിൻ്റെ രചനകൾ ഇനിയും ചർച്ച ചെയ്യും. അടുത്ത ആഴ്ച M. ശങ്കരൻ്റെ രചനകളുമായി നിങ്ങളോടൊപ്പം ചേരും. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് ടൈം അവസാനിക്കുന്നു. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം. അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ RGS ബ്രോഡ്കാസ്റ്റ് ചെയ്തൊരു കിടിലൻ മലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. താങ്ക് യു.